വളരെ ശാന്തമായി ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ദൂതുകൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. നല്ലൊരു കാലാവസ്ഥ കർത്താവ് ഇത്രത്തോടെ നമുക്ക് നൽകിയതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥനയോടെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. ഇന്ന് രാത്രി നാം ഉയർത്തുന്നത് നമ്മുടെ കർത്താവിനെയാണ്. എത്രയോ ചോര പുരണ്ട അധ്യായങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. എത്രയോ ഭീകരമായ വേദനകളിലൂടെ, പെർസിക്യൂഷനിലൂടെയാണ് ദൈവസഭ ഇന്ന് വരെ മുൻപോട്ട് വന്നത്. ദൈവമക്കളെ ഗ്രൗണ്ടിൽ നിരത്തിക്കിടത്തി അവരുടെ മേളിൽ കൂടെ രഥമോടിച്ച് കളിച്ചവരുണ്ട്. ദൈവദാസന്മാരുടെ ശരീരം മൃഗത്തിന്റെ തോലിനകത്ത് ചുറ്റിയിട്ട് വെയിലത്ത് കൊണ്ടിട്ടിട്ട് ആ ശരീരം പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞ് കൂട് തകർത്തവരുടെ പ്രാണൻ പറക്കുന്നത് കണ്ട് കൈയടിച്ച് ചിരിച്ച നരാധമന്മാർ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. മൂർച്ചയുള്ള വാളുകൊണ്ട് കഴുത്ത് വെട്ടിയിട്ട് ചോര ചീറ്റി പിടയ്ക്കുന്ന ഉടല് കണ്ട് കൈയടിച്ച് ചിരിച്ചവർ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. എന്തിനാ ഏറെ പറയുന്ന വിശുദ്ധന്മാരുടെ ശരീരം മെഴുകിൻ്റെ അകത്ത് മുക്കിയിട്ട് കത്തിച്ച് ആ വെട്ടത്തിൽ പന്ത് കളി കണ്ട വല്ലാത്ത ആളുകൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ത്രിവർണ്ണ പതാക ഉയർന്നു പറക്കുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കേ ഇന്ത്യൻ തെരുവുകളിൽ കിരാതമായി കർത്താവിൻ്റെ ദാസന്മാർ പീഡകൾ നേരിടുന്ന വല്ലാത്തൊരു കാലമാണ്. എൻ്റെ ചോദ്യം, എന്നിട്ടും എന്തിനാണ് യോഗം വെക്കുന്നത്? എന്നിട്ടും എന്തിനാണ് റോഡിന്റെ സൈഡിൽ നിന്ന് പ്രസംഗിക്കുന്നത്? എന്നിട്ടും എന്തിനാണ് പണം മുടക്കുന്നത്? ഇത്ര വലിയ പീഡകൾ ഉണ്ടാകുമ്പോൾ ഈ പ്രസംഗം നിർത്തിക്കൂടെ? ഒരിക്കലും പാടില്ല. ഇത് നിർത്താത്തതിൻ്റെ ഏക കാരണം മറ്റൊരുവനിലും രക്ഷയില്ലാത്തത് കൊണ്ടാണ്. ആ കരമൊന്ന് ഉയർത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ പറയാമോ? മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. 1000 നാമത്തിന്റെ ഇടയിൽ ഒരു നാമമാണ് യേശുവെങ്കിൽ, 1000 ശക്തന്മാരുടെ ഇടയിൽ ഒരാളാണ് യേശുവെങ്കിൽ, ഒരുപക്ഷെ ഈ കണ്ടക്ഷോഭത്തിന്റെ ആവശ്യം വേണ്ടി വരില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ ദേശത്ത് വാഴുന്ന സകല ദുരാത്മാക്കളെ കേൾക്കേ, കൂടി വന്നിരിക്കുന്ന വിശ്വസ്തരായ ജനം കേൾക്കേ, ഒരിക്കൽ കൂടെ ഉറക്കെ പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. അത് ഏറ്റുപറയുന്ന ദൈവമക്കൾ ഈ യോഗത്തിലുണ്ടെങ്കിൽ ആ കരമം അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യേശു ആര്? എന്തിന് ജനിച്ചു? എങ്ങനെ ജനിച്ചു? എവിടെ വളർന്നു? എത്ര നാൾ ശുശ്രൂഷിച്ചു? സുവിശേഷ യോഗമാണെങ്കിൽ അതായിരിക്കണം പ്രസംഗം. അതാണ് പ്രസംഗം. യേശു ആരെന്ന് ജനത്തെ അറിയിക്കണം. കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ ഈ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ ബൈബിളിൽ എനിക്ക് പ്രസംഗിക്കാൻ ആവേശമുള്ള ധാരാളം ആളുകളുണ്ട്. 7 കുതിരയ്ക്ക് മുൻപിൽ ഓടിയ ഏലിയാവ് എനിക്ക് ആവേശമാണ്. സിംഹത്തിന്റെ കുഴിയിൽ കിടന്നിട്ട് കയറി വന്ന ദാനിയേൽ എനിക്ക് ആവേശമാണ്. ഒരു കവണയ്ക്കകത്ത് കല്ലുവെച്ച് ഗോലിയാത്തിനെ എറിഞ്ഞു കൊന്ന ദാവീദ് എനിക്ക് ആവേശമാണ്. അതേ മനുഷ്യൻ സിംഹത്തെയും കരടിയെയും കീറിക്കളഞ്ഞത് എനിക്ക് ആവേശമാണ്. കയ്യിലൊരു കുടം പിടിച്ചൊരു പന്തവും പിടിച്ച് യുദ്ധം ജയിച്ച ഗിദെയോൻ എനിക്ക് ആവേശമാണ്. പക്ഷെ ഇതുപോലെ 1000 ദിവസം ദാവീദിന്റെ കല്ലോ, ഗോലിയാത്തിന്റെ തലയോ, ദാനിയേലിന്റെ സിംഹത്തിന്റെ കുഴിയോ, ഗിദെയോന്റെ കയ്യിലിരുന്ന തീപ്പന്തമോ ഞാനിവിടെ പ്രസംഗിച്ചാൽ ഒരുപക്ഷെ ഒരാൾ പോലും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. മനുഷ്യന്റെ പാപത്തെയും മനുഷ്യന്റെ ശാപത്തെയും വിറപ്പിക്കാൻ ആകാശത്തിന്റെ കീഴിൽ അനുവദിക്കപ്പെട്ട ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണ്. എത്ര പേരെ കരങ്ങളെ ചലിപ്പിച്ച് കർത്താവിന് ആമേൻ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ നാമം പോലെ ഇത്ര പ്രതിസന്ധി നേരിട്ട വേറൊരു നാമം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തുടങ്ങിയ കാലം മുതൽ ഒടുക്കിക്കളയാൻ തീവട്ടി പന്തങ്ങളുമായി പിശാച് കച്ചകെട്ടി കാത്തിരുന്നൊരു നാമമാണ് യേശുവിൻ്റെ നാമം. എന്നാൽ ഇന്ന് രാത്രി ഞാനിത് നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സമയം വരെ ഈ നാമത്തെ ഒതുക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ആവേശത്തോടെ ഞാനൊരു വിശ്വാസം പ്രഖ്യാപിക്കാം. ലോക
ചരിത്രത്തിൽ മരണത്തെ ജയിച്ച ഒരാളുണ്ടെങ്കിൽ അതെന്റെ യേശുവാണ്. ഇനി കാലതാമസമില്ലാതെ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ആ യേശു വേഗത്തിൽ തിരിച്ചു വരുമെന്ന് അകതാരിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. യേശുവാര് ഒത്തിരി പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. യേശുവാര് എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എത്ര നാൾ ശുശ്രൂഷിച്ചു, എന്താ ശുശ്രൂഷിച്ചത്, എങ്ങനെയാ മരിച്ചത്, എവിടെയാ അടക്കം ചെയ്യപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റോ എങ്കിൽ ഇപ്പോൾ എവിടെ, ഇനി വരുമോ, ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങൾ. അതുകൊണ്ട് ദയവായി നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കാൻ അപേക്ഷിക്കുകയാണ്. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ ജനിച്ചവൻ, കച്ചി മിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്ന് കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടിപറക്കുന്ന നസറത്തിൽ ഓടിക്കളിച്ചവൻ, ആമേ 12ാമത്തെ വയസ്സിൽ ഒരു ഗ്രാമം ഇടിഞ്ഞിളകി യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയപ്പോൾ മാതാപിതാക്കളുടെ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയവൻ, അടുത്ത 18 വർഷങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചവൻ, യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ 30ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് യേശു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് 40 ദിവസം ഉപവാസ അനന്തരം പിശാചിനാൽ യേശു പരീക്ഷിക്കപ്പെടുകയാണ്. പിശാചിന്റെ പരീക്ഷണ പർവ്വതങ്ങളുടെ കൊമ്പൊടിച്ച് യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 1ാമത്തെ തന്റെ അടയാളം ആരംഭിക്കുകയാണ്. ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. സാത്താന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത ഏതാണ്ട് 37ഓളം അത്ഭുതങ്ങൾ. ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം, കാലഘട്ടത്തിന്റെ വിദ്യയാകുന്ന എഡിറ്റിംഗ് ഇല്ലാതെ ആമേ സാത്താന് പോലും, അന്ധകാര ശക്തിക്ക് പോലും, പൈശാചിക ലോകത്തിന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത ഏതാണ്ട് 37ലധികം അത്ഭുതങ്ങൾ എൻ്റെ യേശു കർത്താവ് നേരിട്ട് ചെയ്യുകയാണ്. 1, യേശു 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. 2, യേശു 3 കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു. മുടന്തന്മാരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അനസ്യൂതം ഒഴുകുന്ന ഒരു നദി പോലെ, ഒരു ജലപ്രവാഹം പോലെ യഹൂദിയ, ഗലീലിയ, ശമരിയുടെ മണ്ണുകളിൽ യേശുവിന്റെ അത്ഭുതങ്ങൾ ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ്. 7 കൂട്ടം വസ്ത്രം ധരിച്ചു നിൽക്കുന്ന പൗരോഹിത്യ വൃന്ദം കലിപൂണ്ട് വിറപൂണ്ട് നിൽക്കുമ്പോൾ യേശുവിന്റെ അത്ഭുതങ്ങൾ പലസ്തീനെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ 1ാമത്തെ അത്ഭുതം? പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു. തൊട്ട് പറഞ്ഞു മുൻപോട്ട് പോകാം. ആമേ, ഈ കല്യാണം നടക്കുന്നത് എവിടെയാ? ഒരു സാധാരണ കർഷക കുടുംബത്തിൽ. നിങ്ങൾ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. നിങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ച്, നിങ്ങളെ കൊണ്ട് ഒച്ച വെപ്പിച്ച്, നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിച്ച് ഈ യോഗം അനുഗ്രഹമായിരുന്നു എന്ന് വരുത്തി തീർക്കേണ്ട ഗതികേടിലല്ല ഞാൻ നിൽക്കുന്നത്. എൻ്റെ കയ്യിലുള്ളൊരു ദൂത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. സാധാരണ പറയും, പന്തലിനകത്ത് ബഹളം കൂടിയാൽ അടുത്ത വർഷത്തേക്ക് യോഗം കിട്ടും. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഞാൻ ഇവിടെ വന്നത് യേശുവിനെ കുറിച്ച് പറയാനാണ്. ഞാൻ നിങ്ങളുടെ ആമേൻ സാധാരണ എല്ലാവരോടും പറയും, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകുമ്പോൾ മഷി പടരാത്ത പ്രിന്റ് ഔട്ട് കിട്ടണം, ഇല്ലേ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് വർഷങ്ങളായി പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളോടല്ലായിരിക്കാം, ഒരുപക്ഷെ ജീവിതം തകർന്ന് തരിപ്പണമായി, മുക്കോണം മുടിഞ്ഞ് ഉമ്മൻകുരുത്ത്, തലമുറകൾ വഴിവിഴച്ച് കുടുംബബന്ധം തകർന്ന് അടിഞ്ഞ് തരിപ്പണമായി, മദ്യപാനത്തിന്റെ ദുരാസക്തിയിൽ പിടിക്കപ്പെട്ട് ഉച്ചം നിറുകയിലെ മുടി മുതൽ ഉള്ളങ്കാലിന്റെ അടിവെള്ളയിലെ ത്വക്ക് വരെ മുടിഞ്ഞ് നാശം പിടിച്ച് ഇനി മരണമല്ലാതെ വേറൊരു മാർഗമില്ലെന്നറിഞ്ഞ് ഒരുപക്ഷെ കൊലക്കയറിന് മുമ്പിൽ നിൽക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളെ രക്ഷിക്കാനായിരിക്കാം ഈ യോഗമെന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ കർത്താവിന്. 6 മാസം മുമ്പേ തയ്യാറാക്കി വെക്കുന്ന ഒരു ഹൂദായ കർഷക കുടുംബത്തിലെ കല്യാണം. 6 മാസം മുമ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ തക്ക സമയത്ത്, വിവാഹ വിരുന്നിന്റെ സമയത്ത് ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോകുകയാണ്. ആമേ, ഇപ്പോഴത്തെ ആ വീടിന്റെ പ്രത്യേകത, ആമേ, വീട്ടിൽ അമ്മയും അപ്പനും മക്കളും മാത്രമുള്ളപ്പോൾ ഒരു നിരാശ ഉണ്ടായാൽ അത് വീട്ടുകാർ മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം, നാട്ടുകാർ മുഴുവൻ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ദേശം അറിയുന്ന പരാജയം, സ്വന്തം വീട്ടിലെ നിരാശ, സ്വന്തം വീട്ടിലെ ഇല്ലായ്മ നാട്ടുകാർ മൊത്തം അറിയാൻ പോകുകയാണ്. ആ വീട്ടിൽ
വീട്ടിലെ അപ്പൻ തലകുനിച്ചു നിൽക്കുന്നു, ആ വീട്ടിലെ അമ്മ തലകുനിച്ചു നിൽക്കുന്നു, ആ വിവാഹം കഴിക്കുന്ന ചെറുക്കനും പെണ്ണും അവരുടെ വീട്ടുകാരും അപമാനത്തിന്റെ പേക്കോലമായി വീടിന്റെ അകത്ത് നിൽക്കുകയാ. എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് വീഞ്ഞ വേണ്ടത്, വീഞ്ഞ് തീർന്നുപോയി. എന്നാൽ അവിടെ യേശു ഇടവച്ചിട്ട് പറയുകയാ, ആ വെള്ളം കോരി കൽപാത്രത്തിൽ ഒഴിക്കുക. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ, അപമാനത്തിന്റെ നാൽക്കവലയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത നിന്റെ വീടിന്റെ ശാപത്ത്, നിന്റെ വീടിന്റെ പോരാട്ടത്തെ പരിഹരിപ്പാൻ ഒരുവൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിൽക്കുകയാ. Come on, come on. ഒന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധിക്കാൻ പറ്റുമോ? ഉറപ്പായും ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന യേശുവിനെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ആരോടൊക്കെയോ ദൈവം പറയുന്നു, നിന്റെ വീടിനകത്ത് ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കാൻ പോകയാ. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം. നിങ്ങൾ നോക്ക്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാമത്തെ അടയാളം. യേശു 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. 1 യായിറോസിന്റെ മകൾ, 2 വിധവയുടെ മകൻ, 3 മാർത്തയുടെ മറിയയുടെ സഹോദരനായ ലാസർ. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചത് വീട്ടിൽ വെച്ചാണ്, വിധവയുടെ മകനെ ഉയർപ്പിച്ചത് റോട്ടിൽ വെച്ചാണ്. ലാസറിനെ ഉയർപ്പിച്ചത് വീട്ടിൽ വെച്ചുമല്ല, റോട്ടിൽ വെച്ചുമല്ല, കല്ലറയ്ക്കകത്തുനിന്നാ ഉയർപ്പിച്ചത്. ഇന്ന് രാത്രി മനസ്സിൽ എഴുതി വെച്ചോ, എവിടെ നഷ്ടപ്പെട്ടോ അവിടെ വന്ന് തിരിച്ചു തരാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. നല്ലപോലെ ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് ആമേൻ പറയാൻ പറ്റുമോ? എവിടെയോ പിശാച് നിനക്ക് നഷ്ടം വരുത്തിയത് അവിടെ തന്നെ. എവിടെ നഷ്ടം വരുന്നോ, എവിടെ തകർച്ച വരുന്നോ, എവിടെ നിന്ന് വരുന്നോ അവിടെ തന്നെ യായിറോസിന്റെ മകൾ. ശ്രദ്ധിച്ചു കേൾക്കൂ, ആരാ യായിറോസ്? പള്ളിപ്രമാണി. എന്താ പള്ളിപ്രമാണി? ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ചുകലക്ക് ചണ്ടികളഞ്ഞ് ചാരകത്ത് കയറ്റിയ ന്യായപ്രമാണത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ കാവൽപ്പട്ടാളം. എന്താ ഇവരുടെ ജോലി? ഇവർ മോശയുടെ പിന്മുറക്കാരാണ്. ഇവർ റോട്ടിൽ നിന്നുകൊണ്ട് ഉച്ചസ്ഥലം വിളിച്ചു പറയുകയാണ്, യേശുവിന്റെ പുറകെ ആരും പോകരുത്. പോയാൽ പള്ളി ഭ്രഷ്ടരാക്കും, പോയാൽ കല്ലറ അടയ്ക്കും, പോയാൽ പിള്ളേരുടെ കല്യാണം നടക്കുകയില്ല, പോയാൽ മരിച്ചാൽ അടക്കാൻ ശവക്കല്ലറയില്ല, പോയാൽ സർട്ടിഫിക്കറ്റ് തരികയില്ല, പോയാൽ. എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? എന്തൊരുണങ്ങിയ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർമ്മ വെച്ച കാലം മുതൽ ക്രൈസ്തവ ആരാധനയ്ക്ക് വിരോധമായിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടമാ പോയാൽ പള്ളി ഭ്രഷ്ടരാക്കും. ഒരു പള്ളിപ്രമാണി, ഞാൻ ഇച്ചിരി മുമ്പോട്ട് കയറുന്ന കുഴപ്പമുണ്ടോ? എനിക്ക് പോകാനാണോ ഈ വഴി ഇരിക്കുന്നത്? ആയിക്കോട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ പുറകെ പോയാൽ, കേൾക്കുന്നവരൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ പുറകെ പോയാൽ കൊച്ചിന്റെ കല്യാണം നടക്കുകയില്ല. യേശുവിന്റെ പുറകെ പോയാൽ സർട്ടിഫിക്കറ്റ് തരികയില്ല. സ്നാനപ്പെട്ടാൽ ജ്ഞാനസ്നാനം ഏറ്റെടുത്താൽ നിന്നെ ഭ്രഷ്ടനാക്കും, നിന്നെ പുറത്താക്കും. അങ്ങനെ പള്ളിപ്രമാണി റോട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുക, സൂക്ഷിച്ചോണം, 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 ബി കെയർഫുൾ. യേശുവിന്റെ പുറകെ പോകരുത്, യേശുവിന്റെ പുറകെ പോകരുത്, യേശുവിന്റെ പുറകെ പോകരുത്. അവൻ മറിയയുടെ മോനാണ്, അതൊരു വല്ലാത്ത വാക്കാണ്. അവൻ വേശ്യാപുത്രനാണ്, അപ്പന്റെ പേര് പറയാനില്ലാത്തവനാണ്. അവൻ മറിയയുടെ മോനാണ്, അവൻ മതവൈരാഗ്യം ഇളക്കാൻ വന്നവനാണ്, അവൻ ന്യായപ്രമാണത്തെ പൊളിക്കാൻ വന്നവനാണ്. അവന്റെ പുറകെ പോകരുത്, പോകരുത്. നാട്ടുകാരെല്ലാം അത് കേട്ടോണ്ടിരിക്കുക. എന്നാ സംഭവിച്ചു കേൾക്കണു, പിറ്റേ ദിവസം ആളുകളെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഏത് വഴിവക്കിൽ നിന്നാണോ യേശുവിന്റെ പുറകെ പോകരുതെന്ന് ഇയാൾ പറഞ്ഞത്, അതേ വഴിവക്കിൽ വെച്ച്, നിങ്ങൾ കേട്ടവർ എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. ഏത് വഴിവക്കിൽ വെച്ചാണോ യേശുവിന്റെ പുറകെ പോകരുതെന്ന് പറഞ്ഞത്, അതേ വഴിവക്കിൽ വെച്ച് തന്നെ ഈ പള്ളിപ്രമാണി ഓടി വന്ന് യേശുവിന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, എന്റെ മകൾ മരിച്ചുപോയി, നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും
ചെയ്യുമെന്ന് ഞാൻ അറിയുകയാ. ഇന്ന് രാത്രി ഈ സഭ എഴുതി വെച്ചു, എതിരെ നിൽക്കുന്ന ചിലതിന് 2025 സഭ സ്നാനപ്പെടുത്തുന്ന വർഷമാ. ഓ, നല്ലപോലെ കരം തട്ടി ആരാധിക്കാൻ പറ്റുമോ? ഓടി വന്ന് യേശുവിന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, കർത്താവേ, എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും. ഇന്നലെ യേശുവിന്റെ പുറകെ പോകരുതെന്ന് പറഞ്ഞയാള് ഇന്ന് പറയുക, നീ കൈതൊട്ടാൽ എൻ്റെ കൊച്ചു ജീവിക്കുമെന്ന്. ചിലര് അവനെ തിരുത്തി പറയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നു. 2 നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. ആമേ. 3-ാമത്തത് കല്ലറയ്ക്കകത്തുനിന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവരുന്നു. യേശുവിന്റെ 37 അത്ഭുതങ്ങളില് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, 1, യേശു ആരും തൊടാത്തവരെ തൊടും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടും. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറുമെന്ന്. ഇന്ന് രാത്രി ഒരു ആമേൻ പറയാൻ പറ്റുമോ? അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. കമാൺ. ആർക്കും വേണ്ടാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് ഇന്ന് രാത്രി യേശു എന്ന് ഉറക്കെ പറയുമ്പോൾ ആ കരമുയർത്തിയ ദൂതനെ ഒന്ന് സ്വീകരിക്കാൻ. ഇന്ന് രാത്രി നാട്ടുകാര്, സ്വന്തം അമ്മ പ്രാഗിയവരുണ്ടോ? ഭാര്യ തള്ളിപ്പറഞ്ഞവരുണ്ടോ? ഭർത്താവാട്ടി പുറത്താക്കിയവരുണ്ടോ? നാട്ടുകാര് പുറത്താക്കിയവരുണ്ടോ? രക്തബന്ധങ്ങൾ തള്ളിയവരുണ്ടോ? ഇന്ന് രാത്രി നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്നു. അവന്റെ പേര് യേശു എന്നാണ്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. ആരും തൊടാത്തവരെ തൊടുന്നവൻ, ആരും മിണ്ടാത്തവരോട് മിണ്ടുന്നവൻ, ആരും കയറാത്ത വീട്ടിൽ കയറുന്നവൻ എൻ്റെ കർത്താവാണ്. അങ്ങനെ ഏതാണ്ട് അതീവ ഗൗരവമുള്ള 37ഓളം അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്ത കൂട്ടത്തിലെ എൻ്റെ ഹൃദയത്തിൽ വളരെ ഗൗരവമായി തോന്നിയ ഒരു ഭാഗത്തേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. എത്ര പേര് പ്രാർത്ഥനയോടെ കർത്താവിനെ കാത്തിരിക്കുന്നുണ്ട്? യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ യഹൂദിയ, ഗലീലിയ, ശമരിയുടെ മണ്ണുകളിൽ കാട്ടുതീ പോലെ ആളിപ്പടരുമ്പോൾ ബൈബിളിലത്തെ ഒരു വാക്യം, യേശു സോർ സീദോൻ എന്ന പ്രൊവിൻസിലേക്ക് വാങ്ങിപ്പോയി. ഏതായി സ്ഥലം? ഇത് പലസ്തീന്റെ വെളിയിലുള്ള സ്ഥലമാണ്. ഇത് ജാതികളുടെ സ്ഥലമാണ്. ഇത് സിറോഫോനിക്ക, ഇതൊരു ഔട്ടറാണ്. പുറത്ത് യേശു സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആഴത്തിൽ കേൾക്കണം, ആഴത്തിൽ കേൾക്കണം. ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ വിളിക്കുകയാ, യേശുവേ, എന്നെ എത്ര പേര് കേൾക്കുന്നുണ്ട്? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. ഒന്നുകൂടെ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. അടുത്ത വാക്ക്, എന്റെ മകൾക്ക് ഭൂത ഉപദ്രവ കഠിനമാണ്. എന്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമാണ്. ഞാൻ ആ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് കയറുകയാണ്. ഒരമ്മ, ഞാൻ ഇന്ന് രാവിലെ ചർച്ചിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വന്നവർക്ക് ഓർമ്മയുണ്ടാകും. ഒരമ്മ ഓടി വന്ന് യേശുവിന്റെ കാലെ പിടിച്ചിട്ട് പറയുകയാ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമാണ്. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമാണ്. ഞാൻ ആ വീടിന്റെ പ്രശ്നത്തിനകത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രി ചെല്ല്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ കിംസിലോ മിംസിലോ നിംസിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലോ നിങ്ങൾ ചെല്ല്. ഡോക്ടേഴ്സ് ഇരിക്കുന്ന വലിയൊരു ഏരിയ കാണും. അവിടെ ഓർത്തോയുടെ ഡോക്ടർ ഉണ്ടാകും, പീഡിയാട്രീഷ്യൻ ഉണ്ടാകും, ഗൈനക്കോളജി ഉണ്ടാകും, ന്യൂറോളജി ഉണ്ടാകും. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ആശുപത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭൂതോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ്? ഇല്ല, ഇല്ല, ഇല്ല. ഒരു കൊച്ചിന്റെ ശരീരത്തിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ദുരാത്മാവ് ആവേശിച്ചാൽ കൊടുക്കാൻ പറ്റിയ ട്രീറ്റ്മെന്റ് ഇന്ന് ലോകത്തിലില്ല. കൊടുക്കാൻ പറ്റിയ ഒരു മരുന്ന്
ഇന്ന് ലോകത്തിലില്ല. എന്തായി കൊച്ചിന്റെ പ്രശ്നം? കൊച്ചിന്റെ മേൽ ദുരാത്മാവ് കയറി. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എൻ്റെ എല്ലാ അമ്മമാരും എന്നെ കേട്ടിരിക്കണം. നിങ്ങൾ അനങ്ങിയില്ലാലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമില്ല. ആമേൻ. നിങ്ങളൊന്ന് കേട്ടിട്ട് വീട്ടിൽ പോയാൽ നിങ്ങൾ രക്ഷപ്പെടും. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ അമ്മയുടെ പ്രശ്നം എന്താ? ഓടി വന്നു പറയുന്ന വാക്കുകൾ നിങ്ങൾ എടുക്കണം. കർത്താവേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമാണ്. ആ ദൂതിന്റെ 1-ാമത്തെ ഭാഗം മുതൽ നമുക്ക് താഴോട്ടിറങ്ങാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു തലമുറ ഉണ്ടെങ്കിൽ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആ കൊച്ച് ഡിഗ്രിക്കാണ് പഠിക്കുന്നതെങ്കിൽ 8ാം ക്ലാസ്സിൽ തോറ്റ ഒരാളുടെ അടുത്ത് നിങ്ങൾ ആ കൊച്ചിനെ ട്യൂഷന് കൊണ്ടുപോവുകയില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. നിങ്ങളുടെ തലമുറ പഠിക്കുന്നത് ഡിഗ്രിക്കാണെങ്കിൽ 8ാം ക്ലാസ്സിൽ തോറ്റ ഒരാളുടെ അടുത്ത് നിങ്ങൾ ട്യൂഷന് കൊണ്ടുപോവുകയില്ല. ഇനി നിങ്ങൾക്കൊരു ചെറിയ പനിയാണോ, ഒരു തുമ്മൽ, ഒരു ചുമ, അമ്മേ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വെറുതെ ഇരുന്ന ഓക്സിജൻ ലെവൽ താന്നു പോവേ. സ്തോത്രം ചെയ്തിരിക്കണം, എൻ്റെ കൂടെ വരണേ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ. ആമേൻ. നിങ്ങൾക്കൊരു ചെറിയ പനി വന്നാൽ ഈ റോഡിന്റെ സൈഡിൽ കാണുന്ന ഏതെങ്കിലും ക്ലിനിക്കിൽ ചെന്നാൽ മതി. പാരാസിറ്റമോളിന്റെ 2 ടാബ്ലറ്റും പെയിൻ കില്ലറിന്റെ 1 ഇഞ്ചക്ഷനും കിട്ടിയാൽ തീരാനുള്ള പ്രോബ്ലമേ ഉള്ളൂ. അത് ഇനി അല്ല, ചെറിയൊരു വയറുവേദനയാണെങ്കിൽ 2 പെയിൻ കില്ലറോ 1 കുപ്പി വെള്ളം അടിക്കുമ്പോൾ അത് ഒതുങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ രോഗത്തിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്ന ആശുപത്രിയുടെ ലെവല് മാറുമെങ്കിൽ, ഒരമ്മ ഭൂതോപദ്രവം പിടിച്ച്, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്റെ കുഞ്ഞിന് ഭൂതോപദ്രവം കഠിനമാണ്. കഠിനമാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? തുടങ്ങിയത് അങ്ങനെയല്ല. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ആകാശം മൂടി നിൽക്കുന്ന വടുവൃക്ഷങ്ങളുണ്ട്, അതങ്ങനെ ജനിച്ചതല്ല. ആ വീട്ടിലെ വല്യപ്പച്ചൻ ഒരു ചെറിയ തൈ നട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. പ്രകൃതി അതിന് വെള്ളമൊഴിച്ചു, പ്രകൃതി അതിന് വളം കൊടുത്തു, സാഹചര്യങ്ങൾ അതിനെ വളർത്തി. നിങ്ങൾ അറിഞ്ഞില്ല. നാളെ ആ മരം പിടന്നു വീണാൽ നിങ്ങളുടെ വീട് പൊളിഞ്ഞു പോകുന്ന അത്രയും വലിപ്പമുള്ള ആ മരം അങ്ങനെ വളർന്ന് നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുകയാ. ഇതുപോലെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. പ്രശ്നങ്ങൾ ഒരു വീടിനകത്ത് തുടങ്ങുന്നത് വടുവൃക്ഷമായിട്ടല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ഓർത്തോണം, സാത്താൻ അതിന് വെള്ളമൊഴിക്കും, സാത്താൻ അതിന് വളമിടും, അന്ധകാര ശക്തി അതിനെ പോറ്റി പുലർത്തും, ആഭിചാരകന്മാർ ഒത്താശ കൊടുക്കും, മന്ത്രവാദികൾ കൈവളമിട്ട് കൊടുക്കും. അതങ്ങനെ വളർന്ന് വളർന്ന് ചില കുടുംബത്തിൽ ഡിവോഴ്സ് ഉണ്ടാകും, ചില കുടുംബത്തിൽ തലമുറ മുടിയും, ചില കുടുംബത്തിൽ കുടുംബങ്ങൾ വഴിയാധാരമാകും. എന്നാൽ ഈ 3-ാമത്തെ രാത്രി ചില വീടുകളെ തൊടാൻ യേശു ഇന്ന് രാത്രി ഈ പന്തൽ ഇറങ്ങി നിൽക്കുകയാ. ആ കരമം അടിച്ച് ലബർധന മൗഷസ്മിയ. എനിക്കറിയില്ല, ഇന്ന് രാത്രിയിലെ യോഗത്തോട് പൈശാചിക ലോകത്തിന് വളരെ വെല്ലുവിളിയുണ്ട്. കാരണം ലോകത്തിൽ ആരോട് പറയാതെ ഒരു പളുങ്ക് പാത്രം ഉടച്ചു കളയുന്നത് പോലെ, ഒരു കുപ്പിപ്പാത്രം അടിച്ചുടയ്ക്കുന്നത് പോലെ ചില തലമുറകളെ മുടിച്ചു കളയാൻ, ചില കുടുംബങ്ങളെ മുക്കോണം തകർത്ത് കളയാൻ പിശാചിട്ട വെല്ലുവിളികൾ ഇന്ന് രാത്രി കൂടോടെ അഴിയുന്ന രാത്രിയാ. ഹല്ലേലൂയ. എന്താ പ്രശ്നം? ശ്രദ്ധിക്കൂ. ഒരു ദിവസം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചു വീട്ടിൽ വന്ന് വല്ലാതൊന്ന് ദേഷ്യം കയറിയപ്പോൾ അരിശം സഹിക്കാതെയായി. അരിശം സഹിക്കാതെ വന്നപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ആ വീട്ടിലിരുന്ന് ഒരു പാത്രം എടുത്ത് ആ കൊച്ചു തറക്കിട്ട് ഒറ്റയടി അടിച്ചു. അവിടേക്ക് ഫ്ലവർ വേസ് തട്ട് കൊടുത്തു. അത് തെറിച്ചൊരിടത്തും പാത്രം ഉടഞ്ഞു വേറൊരിടത്തും. അമ്മയും അപ്പനും വെപ്രാളം പിടിച്ച് നോക്കി നിൽക്കുകയാ. എന്തായി സംഭവിക്കുന്നത്? ഒരു പെങ്കൊച്ച് അല്ലെ ഒരു ആങ്കൊച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള 13 വയസ്സുള്ള ഒരു കൊച്ചിങ്കിൽ നിന്ന് നമ്മൾ ഇവിടെ പിള്ളേർ നോക്കിയേ, ഇനി ഒരെണ്ണം മിണ്ടിപ്പോയാ നിങ്ങൾ സ്വയമായിട്ട് മാനസാന്തരപ്പെടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കുറെ നേരം നോക്കിയെന്ന്. ഒരു രക്ഷയില്ല. ഒരെണ്ണം ഇനി മിണ്ടരുത്, കേട്ടല്ലോ. രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ. ഒരു പെട്ടെന്ന് നന്നായല്ലേ? കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്ക്,
ഒരു ഫ്ലവർ വേസ് എടുത്ത് ഒറ്റ അടിയാണ് തറക്കിട്ട്. അന്നേരം ഈ അമ്മയപ്പനും കൂടെ മാറുന്ന വെച്ച് ജിമിൻ പാസ്റ്ററെ അപ്പൻ വലിയ ഗൗരവത്തോടെ അച്ഛനൊന്ന് ഫ്രീ ആയിട്ട് എഴുതക്കണ്ട, ആന്റിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് എൻ്റെ കോപമാണ്. നിങ്ങൾ കേട്ടില്ല? ചില അപ്പന്മാര് ഒരു മര്യാദയില്ലാതെ പറയുന്നൊരു വൃത്തികേടാ. അയ്യോ എൻ്റെ കൊച്ചിൻ്റെ കോപം എൻ്റെ കോപമാണ്. ചെല്ലു പറഞ്ഞ് എനിക്ക് മൂക്കത്ത് ശുണ്ഠി ആയതുകൊണ്ട് എൻ്റെ കൊച്ചിനും അതുപോലെ. ഞാൻ ഈ മൂക്കത്ത് ദേഷ്യമുള്ളവനോട് ചോദിക്കുന്നു, ഈ പോലീസ് ജീപ്പ് കാണുമ്പോൾ എന്നാ നിന്റെ മൂക്കത്തോട്ട് ഈ ദേഷ്യം വരാത്തത്? ഇടിച്ചവൻ നട്ടലിൻ്റെ കൂമ്പ് വാട്ടിക്കളയും. അതാ. അപ്പൊ ഇത് ഇറക്കാവുന്നിടത്ത് എന്ത് ചെയ്യത്തുള്ളൂ? പറഞ്ഞു ഇറക്കാൻ പറ്റത്തുള്ളൂ. നല്ല കൈക്കരുത്തുള്ള പോലീസുകാരുടെ കയ്യിലോട്ട് കിട്ടിയാൽ ഈടായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, അവിടെ ഒന്ന് ഇനി പോലീസ് ജീപ്പ് വേണമെന്നില്ലെന്ന് ഏതെങ്കിലും ജീപ്പ് കണ്ടാൽ മതി, അന്നേരം സൈഡിലോട്ട് മാറുന്ന കണ്ടിട്ടില്ലേ ഈ വീരന്മാരൊക്കെ. അപ്പൊ ഇതൊക്കെ ഒരു തരം വേഷം കെട്ടലാണ്. നിങ്ങൾ നോക്ക്, കൊച്ചെടുത്ത് പാത്രം തറയിലടിച്ചു. നിങ്ങൾ എന്നോട് കൂടെ വന്നേ പറ്റൂ. ഇന്ന് രാത്രി തറലടിച്ചപ്പോ അമ്മ കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്താ ഈ കൊച്ചിങ്ങനെ? ഭർത്താവ് പറഞ്ഞു, സാരയിലടി, ആ കൊച്ചിന് എൻ്റെ ദേഷ്യമാ, അല്ലെങ്കിൽ നിന്റെ വാശിയാ. അവരങ്ങനെ വാശി അമ്മ ഊട്ടി വളർത്തി. അമ്മ കുറെ ദിവസം കഴിഞ്ഞപ്പോ അടുത്തൊരു സംഭവം ആ വീടിനകത്തുണ്ടായി. അമ്മ ചോദ്യം ചെയ്യാൻ അമ്മ ചെന്നപ്പോ ആ കൊച്ച് ഡോർ വലിച്ചൊരൊറ്റ അടി അമ്മ ഒരാട്ടയം കടച്ചു. ആ ഡോറിന്റെ വിജാഗിരി അങ്ങ് ഇളകി. ഈ കലാപരിപാടികൾ നടത്തുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അമ്മ പോരാട്ടത്തിന് മുമ്പ് ഒരു രക്ഷിക്കപ്പെടട്ടെ. ഡോറെടുത്ത് വലിച്ചൊരു അടയടച്ചു. ആമേ അടച്ചപ്പോൾ അതിന്റെ വിജാഗിരി ഇളകാൻ തുടങ്ങി. ആമേ കൊച്ചു റൂമിനകത്ത് കയറി. ആരോടും മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ആമേ വല്ലാത്തൊരു ക്രുദ്ധ മനോഭാവത്തിൽ പെരക്കാത്തിരിക്കുക. എവിടെയോ ആ തലമുറയുടെ അകത്ത് ആമേ നിങ്ങൾ അറിയാതൊരു സാധനം വളർന്നുകൊണ്ടിരിക്കുകയാ. നിങ്ങൾ അറിയാതെ ഒരു ചെറിയ ചെടി വളരുകയാ. എന്തിനാണെന്നറിയാമോ? പഠിത്തത്തെ നശിപ്പിച്ചു കളയാൻ. എന്തിനാണെന്നറിയാമോ? ആ കൊച്ചിനെ വഴിയാധാരമാക്കി കളയാൻ. എന്തിനാണെന്നറിയാമോ? ധൂർത്തുപുത്രൻ വീട് വിട്ടിറങ്ങിയതുപോലെ ആമേ വയറു നൊന്തു പെറ്റ സ്വന്തം അമ്മയെ ചോരയുടെ നിറം മാറ്റി പാലാക്കി പാൽക്കുടങ്ങളിൽ ചുരത്തി ഊർത്തിക്കുടിച്ച് വളർന്ന മകൻ സ്വന്തം അമ്മയെ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകാം. ആമേ ജനിക്കാൻ ബീജം കൊടുത്ത നട്ടാവേലത്ത് നിറുകയിൽ സൂര്യൻ കുത്തിക്കേറുമ്പോൾ വിയർപ്പിന്റെ രൂക്ഷഗന്ധം അനുഭവിച്ച് പണിയെടുത്ത സ്വന്തം അപ്പന്റെ നട്ടല് തല്ലി ഓടിച്ച് വീട് വിട്ടിറങ്ങാൻ ഇന്ന് രാത്രി സുവിശേഷ യോഗം മതം മാറ്റ യോഗം അല്ലടോ. ആമേ തകർന്നവനെ രക്ഷിക്കാൻ ആകാശത്തിന്റെ കീഴിൽ ഇന്ന് രാത്രി ഒരു നാമമുണ്ട്. ഇന്ന് രാത്രി ഈ യോഗം ഇവിടെ നടക്കുമ്പോൾ ചില തലമുറകളുടെ മേൽ ഒരു വലിയ വിടുതൽ എന്റെ ദൈവം അയക്കുകയാ. അഭിഷേകമുള്ളവരും ആരാധിച്ച് കയറിക്കേ. ഒന്ന് കരമടിച്ചൊന്ന് ശക്തിയോട് ആരാധിച്ച്. എവിടെയൊക്കെയോ ആമേ എനിക്കറിയില്ല, എന്നോട് ദൈവം പറയുന്നു ഈ ദേശത്ത് ഒരു റിവൈവൽ നടക്കാനുണ്ട്. കമാൺ, ഈ ദേശത്ത് ഒരു വലിയ റിവൈവൽ. തലമുറകളെ ദൈവം കാണുന്നു. Holy Spirit of God, ശ്രദ്ധിക്കൂ. അങ്ങനെ ഈ കൊച്ചു വല്ലാതെയായി. ഒരു ദിവസം അമ്മയ്ക്ക് മനസ്സിലായി, എൻ്റെ കൊച്ച് അവളുടെ കൺട്രോളിലല്ല, എൻ്റെ തലമുറ അവളുടെ കൺട്രോളിലല്ല. അവിടം തൊട്ട് വീട് അസ്വസ്ഥമായി. എന്തിനാ നിങ്ങൾ മക്കളെ പ്രസവിച്ചത്? ലോക ചരിത്രത്തിൽ ഇന്ന് വരെ, രാവിലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരമ്മയ്ക്ക് 7 മക്കളുണ്ടെങ്കിലും 8 മക്കളുണ്ടെങ്കിലും ഒരമ്മ ചുമ്മാ പറ്റ ഒരു കൊച്ചിനെ നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റുകയില്ല. എൻ്റെ ദൈവമേ, ഇതൊക്കെ ആരോട് പറയാനാ കർത്താവേ? നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ ഇളയ കൊച്ചിനെ ചുമ്മാ പറ്റതാണോ? എന്തിനാ ഇളയ കൊച്ച് ചുമ്മാ പറ്റതാ? അങ്ങനെ പറയുന്ന ഒരമ്മയെയും ഞാൻ ഇന്ന് വരെ ലോകത്തിൽ കണ്ടിട്ടില്ല. കാരണം ഇതൊരു നോർമൽ പ്രോസസ് അല്ലാത്തത് കൊണ്ട്. ലോകത്തിൽ ഇന്ന് വരെ ഒരാൾ അനുഭവിച്ചിട്ടില്ലാത്ത കിരാതമായ ഒരു വല്ലാത്ത വേദനയിലൂടെയാ ഈ അമ്മ കടന്നു പോകുന്നത്. 57 യൂണിറ്റ് വേദന. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലേബർ റൂമിൽ വാവിട്ട് അലറിക്കൊണ്ട് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആ സ്ത്രീ നിലവിളിച്ച് കരഞ്ഞ ആ ദിവസം ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിന്ന് ആ ലേബർ റൂമിന്റെ വാതിക്കൽ നിന്ന് ഭർത്താക്കന്മാരുണ്ടോ, അപ്പന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ
കുറെ സമയം കഴിയുമ്പോൾ ഒരു സ്റ്റെറിലൈസ്ഡ് വെളുത്ത ടർക്കിക്കകത്ത് എലിക്കുഞ്ഞു പോലത്തെ 2 കിലോ 800 ഗ്രാമുള്ള ഒരു മാംസ കഷ്ണത്തെ പൊതിഞ്ഞ് നിങ്ങളെ കൊണ്ട് കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡോക്ടർ പറഞ്ഞു 2 കിലോ 800 ഗ്രാം. പക്ഷേ ഈ 2.5 കിലോയിൽ 2000 കോടി സ്വപ്നങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് തലമുറയുമായിട്ടുള്ള വൈകാരികത. ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസം പത്രത്തിൽ മരിച്ചു വീഴുന്ന ഓരോ മക്കൾ, അവരുടെ മേലെല്ലാം കുടുംബത്തിന്റെ സ്വപ്നം വലുതാ. ആമേൻ. 2 പിള്ളേർ എക്സ്കർഷന് പോകുന്നു. ആമേൻ. മാതാപിതാക്കൾ പറഞ്ഞു എക്സ്കർഷന് പോട്ടെ, പിള്ളേർ കളിക്കട്ടെ. പക്ഷേ 28 പിള്ളേർ പോയതിൽ 24 എണ്ണമേ വീട്ടിൽ വന്നുള്ളൂ. 4 എണ്ണം പെട്ടിക്കകത്ത വീട്ടിൽ വന്നു. എന്താ സംഭവിച്ചത്? എല്ലാവരുടെ വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങി, കുപ്പിയെടുത്ത് ദൂരത്തോട്ട് എറിഞ്ഞ് കുപ്പിയെടുക്കാൻ ഒരുത്തൻ പോയി. ഒരുത്തൻ തന്ന് അവനെ പിടിക്കാൻ മറ്റവൻ പോയി, അവനെ പിടിക്കാൻ 2 പേര് പോയി. 4 പേരുടെ ബോഡി മരിച്ച് മരവിച്ച് വിറങ്ങലിച്ച് ആമെ കണ്ണും തുറിച്ച് ആമെ വല്ലാത്തൊരു ശരീരം പൊക്കിയെടുക്കുമ്പോൾ പെറ്റ വയറിന്റെ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശവപേടകത്തിന് മുമ്പിൽ തലയടിച്ച് കരയുന്ന എത്ര മാതാക്കളെ നിങ്ങൾ കണ്ടു. എന്നിട്ടും എന്താ ആമെ ഈ ലോകം ഇത് പഠിക്കാത്തത്? എന്നിട്ടും എന്താ നാം ഇത് പഠിക്കാത്തത്? കണ്ടോ, തലമുറകളെ വാരി തറയിലടിക്കുക. ഞാൻ ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. ഒരു കാര്യത്തെക്കാൾ വലുത്, എത്ര പേരിനെ കേട്ടിരിക്കുന്നുണ്ട്? ഒരു കാര്യത്തെക്കാൾ വലുത് ആ കാര്യം അങ്ങനെ ഉണ്ടാക്കുന്ന കാരണമാണ്. ഒന്നുകൂടെ പറയാം, ഒരു കാര്യത്തെക്കാൾ വലുത് കാരണമാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ മത്തായി സുവിശേഷത്തില് ഈ കൊച്ചിൻ്റെ അകത്ത് എങ്ങനെ ദുരാത്മാവ് കയറി? അതറിയണ്ടേ? പ്രശ്നം എവിടുന്നാണെന്ന് അറിഞ്ഞാൽ പരിഹാരം ഉണ്ടാകാൻ എളുപ്പമാണ്. പ്രശ്നമുണ്ടായത് ഉൽപ്പത്തി പുസ്തകം 9:20 എടുക്കണം നിർബന്ധമില്ല. രാവിലെ ഞാൻ ആ കാര്യം തൊട്ട് പറഞ്ഞതാ. നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി. തൻ്റെ നിലത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി കുടിച്ച് താൻ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. ആ നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. അതിനകത്ത് നോഹയുടെ ഒരു മകൻ ഓടിച്ചെന്ന് അപ്പന്റെ നഗ്നത കണ്ടു. എന്നിട്ട് പുറത്തു പോയി അറിയിച്ചു, ആണ്ടേ നമ്മുടെ അപ്പൻ കൂടാരത്തിൽ നഗ്നനായി കിടക്കുന്നു. നമ്മുടെ അപ്പൻ കണ്ടോ, സ്വന്തം അപ്പന്റെ, ശ്രദ്ധിക്കുന്നുണ്ടോ, നഗ്നത ഒരു മകൻ ആഘോഷിച്ചു. പുറത്ത് എന്ന് പറഞ്ഞു, നമ്മുടെ അപ്പൻ കൂടാരത്തിൽ നഗ്നനായി കിടക്കുന്നു. മറ്റേ 2 മക്കൾ ചെയ്ത് കേൾക്കണോ? അവർ മുഖത്ത് തുണിയിട്ട് വിമുഖത, മുഖം മറയ്ക്കുക, അതാ വാക്കിന്റെ അർത്ഥം. വിമുഖരായി ചെന്ന് അവർ അപ്പന്റെ നഗ്നത മറച്ചു. അടുത്ത വാക്യം, അപ്പൻ ഉറക്കത്തിൽ നിന്നുണർന്നു. അപ്പൻ ലഹരി ഉണർന്നപ്പോൾ തൻ്റെ മകൻ ചെയ്തതറിഞ്ഞിട്ട് അടുത്ത വാക്ക്, കനാനേ നീ ശപിക്കപ്പെട്ടവൻ. ആരായി കനാൻ? അപ്പന്റെ നഗ്നത കണ്ട മകന്റെ മകൻ. ഒന്നുകൂടെ പറയാം, അപ്പന്റെ നഗ്നത കണ്ട മകൻ. പിതാക്കന്മാര് ശാപത്തിന്റെ പ്രത്യേകത, ചെയ്തു കൂട്ടുന്നത് അപ്പനായിരിക്കും, അനുഭവിക്കുന്നത് തലമുറകളായിരിക്കും. ശാപത്തിന്റെ പ്രശ്നം ചെയ്തു കൂട്ടുന്നത്, കൊല ചെയ്യുന്നത് അപ്പനായിരിക്കും. പക്ഷെ തലമുറകൾ അതുപോലെ ഏതെങ്കിലും റോട്ടിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുമ്പോഴാ അവർ ചെയ്ത ദോഷത്തിന്റെ ആഴം അവരറിയുന്നത്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുന്നു, ശാപത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ചെയ്യുന്നത് അപ്പനാണ്, അനുഭവിക്കുന്നത് തലമുറകളാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്ക്, സ്വന്തം അപ്പന്റെ നഗ്നത കണ്ടു ഒരു മകൻ. ആമേൻ. ആ മകൻ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പനോട് വന്നപ്പോൾ അവന്റെ മകനെ ശപിച്ചു. ആരാ ശപിക്കപ്പെട്ടത്? ശ്രദ്ധിക്കൂ, കനാൻ. ആമേൻ. കനാനേ നീ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, അപ്പൻ തെറ്റ് ചെയ്തു, ശാപം കിട്ടിയത് മകനാണ്. സത്യത്തിൽ കനാൻ, ദേവദാസന്മാർ എന്നോട് കൂടെയുണ്ടോ? കനാൻ നഗ്നത കണ്ടിട്ടില്ല, കനാൻ ദോഷം ചെയ്തിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ശാപം അവന്റെ തലയിലോട്ട് വരികയാണ്. കനാന്റെ തലയിലോട്ട് ശാപം വരികയാണ്. എന്താ വന്ന ശാപത്തിന്റെ പ്രശ്നം? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം ഇപ്പൊ എടുക്കണ്ട, വീട്ടിൽ പോയി വായിക്കണം. ഒരപ്പൻ തന്റെ മകനെ വിവാഹത്തിന് വേണ്ടി ഒരു പെണ്ണിനെ എടുക്കാൻ ഒരു ദല്ലാളെ, ഞാൻ ആ വാക്യം മനഃപൂർവ്വമായിട്ട് ഉപയോഗിക്കുക, ഒരു ദല്ലാളെ പറഞ്ഞു വിടുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, കനാന്യ സ്ത്രീകളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ എടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇന്നടത്തുനിന്ന് എടുക്കണമെന്നല്ല പറഞ്ഞത്. കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോണം. കല്യാണം കഴിച്ചവർ കേട്ടിട്ട് വലിയ പ്രയോജനം ഉണ്ടോയെന്ന് തോന്നുന്നില്ല. ഹല്ലേലൂയ. കനാന്യ സ്ത്രീകളിൽ നിന്ന് എൻ്റെ മകന്
ഭാര്യയെ എടുക്കരുത്. നിങ്ങൾ ആഴത്തിൽ ശ്രദ്ധിക്കാമോ? കമോൺ. ഉൽപ്പത്തി 9-ാം അധ്യായത്തിൽ മകൻ ശപിക്കപ്പെടുന്നു. ഉൽപ്പത്തി 28-ാമത്തെ അധ്യായം വരുമ്പോൾ ആ കുടുംബത്തിലെ വിവാഹം ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. തലമുറകൾക്ക് ഭാവി വെളിപ്പെടുന്നില്ല. ഈ യോഗത്തിന്റെ 3-ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വളരെ ആഴമായിട്ട് ഇടപെടുകയാ. ഈ കൺവെൻഷൻ എന്തിനു വെച്ചെന്ന് എനിക്കറിയില്ല, പക്ഷേ നാളുകളായി പിശാച് തടഞ്ഞ ചില ഭാവി ഇന്ന് രാത്രി ദൈവം തുറന്നു വിടാൻ പോകുകയാ. ആമേൻ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? Somebody shout. ആ കരമൊന്ന് തട്ടി ദൈവത്തെ സ്തുതിക്കാമോ? ആഴത്തിൽ കരയുന്ന ഏതോ മാതാവ്, ആഴത്തിൽ നിലവിളിക്കുന്ന ഏതോ പിതാവ്, ആഴത്തിൽ കരയുന്ന ഏതോ പാസ്റ്റർ ഇന്ന് രാത്രി യോഗം ശ്രദ്ധിക്കുന്നു. ഹോളി സ്പിരിറ്റ് ആരോടൊക്കെയോ പറയുന്നു, ഇതൊരു സാധാരണ രാത്രിയല്ല. ഇന്ന് രാത്രി പിശാച് അടച്ച ഭാവി എന്റെ ദൈവം തുറക്കുകയാ. പിശാച് പൂട്ടിവെച്ചത് അന്യഭാഷ പറഞ്ഞ് ആ കരമൊന്ന് തട്ടി. പിശാച് അടച്ചത്, അന്ധകാരം അടച്ചത്, ശാപം അടച്ചത് എന്റെ യേശു ഇന്ന് രാത്രി തുറക്കുകയാ. കൈയുള്ളവരൊക്കെ ആ കൈ ഒന്ന് അടിച്ച്, ശബ്ദമുള്ളവര് ഒന്ന് അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അവേ ഇന്ന് രാത്രി മാതാവേ, നിന്റെ തലമുറയുടെ അടഞ്ഞുപോയ ഭാവി എന്റെ യേശു ഇന്ന് രാത്രി തുറക്കുകയാ. Rabala rabala hadara janaga amthala rabaushi amthal prabane ajasbiyana. Hallelujah. നിങ്ങൾ ഞങ്ങൾക്ക് രാത്രിയും പകലുമില്ലാതെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ഈ ദൂരത്ത് കൺവെൻഷൻ കഴിഞ്ഞ് ഈ ടെക്നോ പാർക്കിന്റെ വാതിക്കെ കൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ കണ്ടോ, ആമെ കൊട്ടക്കടിയിലിട്ട് ഒതുക്കി വളർത്തിയ എത്രയോ കുഞ്ഞുങ്ങൾ, ആണും പെണ്ണും ഒരുപോലെ സിഗരറ്റ് ചുണ്ടത്തും വെച്ചുകൊണ്ട് മയക്കുമരുന്നിന്റെ അടിമകളായി ആറാടി വഴിക്കോണുകൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലവാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പണം പോക്കറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന വല്ലാത്ത തലമുറകൾ. കുറെ രാജ്യങ്ങൾ കർത്താവിന്റെ കൃപയാൽ സഞ്ചരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ ഞാൻ കണ്ടു വീട് ആമെ പണയം വെച്ച് 20 ലക്ഷം രൂപ മുടക്കി മക്കളെ പഠിക്കാൻ UK വിട്ടതാ. പക്ഷേ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ രാത്രി 1 മണിക്ക് മുറിക്കാച്ചട്ട ഇട്ടുകൊണ്ട് ആനന്ദ നൃത്തം കളിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അയ്യോ, ഇതെന്തൊരു ലോകമാണ്! ഇന്ന് രാത്രി വെറുതെ ഇരിക്കുന്നവർ കരഞ്ഞു തുടങ്ങിക്കോ. ആമെ ചാട്ടയാൽ വേട്ടയാടപ്പെട്ട് സ്വരൂപം വിരൂപമായി ആമെ നെറുകമുതൽ പാദം വരെ രക്തം ചൂടി എണ്ണ തുപ്പുന്ന പൈൻമര കുരിശുമായി വീണ്ടും എഴുന്നേറ്റ് യേശു ഗാൽഗുത്തായുടെ നെറുകയിലേക്ക് പോകുമ്പോൾ വാവിട്ടലറി കരഞ്ഞുകൊണ്ട് പുറകെ ചെന്ന പാവപ്പെട്ട യെരൂശലേമിലെ അമ്മമാരോട് യേശു പറഞ്ഞ വാക്ക്, എനിക്ക് വേണ്ടി കരയണ്ട, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയുക. എത്ര പേരെ കരമടിച്ച് എനിക്ക് വേണ്ടി കരയണ്ട. ആമേ. ഗർഭിണിയുടെ ഉദരം പിളർന്ന് പിള്ളകളെ കല്ലിലടിക്കുന്ന കാലം വരികയാ. Rabala haradana lectana Moses saintel romani amthala raboses. Hallelujah. Hey Kerala, hey Tamil Nadu, hey India Maharajyame തലമുറകൾ വഴി പിഴയ്ക്കുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുങ്ങൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരുടെ തല വീടുന്നത് ഹൈ പ്രഷറാണ്. എടുക്കാവുന്നത് 100 കിലോ, തല വെക്കുന്നത് 500 കിലോ. ആമേൻ. സുബോധം നഷ്ടപ്പെടുന്നു. അവരറിയാതെ അവർ ഡ്രഗ്സിന്റെ അഡിക്ഷനിലേക്ക് പോകുകയാണ്. ആമേൻ. വിവാഹ ജീവിതം, കുടുംബജീവിതം, നോ വേ. ദൈവം വെച്ച എല്ലാ സിസ്റ്റങ്ങളും ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? കമാൺ. എല്ലാ സിസ്റ്റങ്ങളും ഇവിടെ പൊളിയുകയാണ്. ആമേൻ. തലമുറകളുടെ മുക്കോണം മുടിയുകയാണ്. പിശാച് തകർക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ ഒരു യോഗം കഴിഞ്ഞ് രാത്രി 9:30 അവിടുന്ന് യോഗം നിർത്തി. ഒരു 10:30 മണി ആമേ കഴിയുമ്പോൾ 11 മണിയോട് അടുക്കുമ്പോൾ ഞാൻ വയനാട് ചുരത്തിലെത്തി. രാത്രി ഒരു 11 മണി, ചെറിയൊരു ആമേ തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ചാറൽ മഴ പെയ്യുന്നുണ്ട്. ആമേ പെരുമ്പ മിരയെടുത്തതുപോലെ വാഹനമെല്ലാം റോട്ടിൽ ബ്ലോക്കായി കിടക്കുന്നു. എനിക്ക് രാവിലെ ആമേ 3 മണിക്ക് വീട്ടിൽ വരണം. വന്നിട്ട് വേണം എനിക്ക് 6:30 അടുത്ത യോഗത്തിന് പോകണം. എനിക്ക് ഉറങ്ങാൻ കിട്ടുന്നത് 2 മണിക്കൂറാണ്. ആ മണിക്കൂർ എൻ്റെ വഴിയിൽ പോകുന്ന സങ്കടം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുമ്പോൾ
ഞാൻ അവിടെ നിന്ന് ഒരു ലോറിയുടെ ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടാ എന്താ വണ്ടി അനങ്ങാത്തത്? അദ്ദേഹം പറഞ്ഞു, താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു തടി ലോറി എന്ന് കുറെ തടി താഴെ വീണിട്ടുണ്ട്, അത് എടുത്തു കെട്ടാതെ പോക്ക് നടക്കുകയില്ല. എൻ്റെ സ്വപ്നങ്ങൾക്ക് തുരുമ്പടിക്കാൻ തുടങ്ങി. ഞാൻ എന്നോട് തന്നെ ദേഷ്യപ്പെട്ട വഴി നിൽക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, വയനാടിൻ്റെ ചുരമിറങ്ങി രാത്രി 11 മണിക്ക് കോട്ടിട്ടുകൊണ്ട് 10 ബൈക്കിൽ, സാധാരണ ബൈക്കല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ ബൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കാട്ടുപോത്ത് പോലെ ഇരിക്കുന്ന ഒരു ബൈക്ക്, ഫ്രണ്ടിലിരുന്ന് ഓടിക്കുന്നവൻ ഓന്ത് മരത്തായിരിക്കുന്ന പോലെ ഇങ്ങനെ കവണ് കിടക്കും, പുറകെ ഇരിക്കുന്ന ആളെ BSNL ടവർ പോലത്തെ ഇങ്ങനെ നിൽക്കും. ഇത് ഇടിച്ചാൽ പുറകെ ഇരിക്കുന്നവൻ എതിലെ കൂടെങ്കിലും വീട്ടിൽ ചെല്ലും, ഫ്രണ്ടിൽ ഇരിക്കുന്നവന് എന്താവുന്ന ദൈവത്തിന് മാത്രം അറിയാം. അതിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പന്നിയുടെ മൂക്കിനകത്ത് മുടി പോയടുത്തൊരു നിലവിളി ശബ്ദമാണ് അതിൻ്റെത്. കണ്ടാൽ ജീവനുള്ളവനല്ല ഓടി തിണ്ണെ കയറും. റോഡിൻ്റെ സൈഡിൽ പോലും നിന്നാൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. ഒരു വല്ലാത്ത ജീവിതം. ആ ബൈക്ക് കമ്പനിക്കാരെന്നെ തല്ലാതിരുന്നാൽ മതിയായിരുന്നു. കർത്താവേ ഹല്ലേലൂയ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. 10 തണുപ്പുറഞ്ഞുകൂടി കിടക്കുന്ന വയനാടിൻ്റെ തെരുവിലൂടെ 10 ബൈക്കുകൾ ഇറങ്ങി വരുന്നു. മക്കളെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. 10 ബൈക്ക് ഓടിക്കുന്നത് ആൺപിള്ളേരും പുറകെ ഇരിക്കുന്ന പെൺപിള്ളേരും. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, 10 പെങ്ങന്മാരാണ്, 10 പെങ്ങന്മാരാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, സുഭാഷേ ഇത്രയ്ക്ക് മണ്ടനാകരുത്. ഹല്ലേലൂയ. ഈ 10 ബൈക്കിന്റെ പുറകിലിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്, മുമ്പിലിരിക്കുന്നത് നമ്മുടെ ആൺകുട്ടികളാണ്. തൊഴിലുറപ്പിന് പോയി കണ്ടവന്റെ പറമ്പിൽ കിടക്കുന്ന ചീഞ്ഞ പിണ്ടിയും ചീഞ്ഞ വാഴത്തടയും ചത്ത എലിയുടെ തലയും വേണ്ടാത്ത അഴുക്കും ചേറും വാരി കോരിയാൽ കിട്ടുന്നത് 363 രൂപ. 63 രൂപയ്ക്ക് ജീവിച്ചിട്ട് 300 രൂപ ഞെക്കിപ്പിടിച്ച് അങ്ങ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? തലമുറ ഒരു നേഴ്സായി വരുന്നത് കാണാൻ. എന്നിട്ടോ ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ 2 വർഷം ഡ്യൂട്ടി ചെയ്ത്, എന്നിട്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും ഒരു അപേക്ഷ കൊടുക്കണം. എന്നിട്ടോ ഇവിടെ നിന്ന് കയറി പോകണം. എന്നിട്ടോ OET എഴുതണം. എന്നിട്ടോ UK ചെല്ലണം. എന്നിട്ടോ അവിടെ PR കിട്ടണം. എന്നിട്ടോ നല്ല കല്യാണം കഴിക്കണം. എന്നിട്ടോ വീട് വെക്കണം, താമസിക്കണം. അങ്ങനെ എത്ര സ്വപ്നങ്ങൾ. പക്ഷേ ആ 300 രൂപ അയച്ചു കൊടുക്കുന്ന പെണ്ണ് രാത്രി 11 മണിക്ക് ആരുടെയോ ബൈക്കിന്റെ പുറകിലിരുന്ന് ഇറങ്ങുകയാ. ഇന്ന് രാത്രി എത്ര പേര് കൈ ഉയർത്തി പ്രാർത്ഥിക്കും? നീതിമാന്റെ തലമുറ മേശയ്ക്ക് ചുറ്റും ഒലിവിന്റെ തൈ പോലെ ഇരിക്കട്ടെ. ശബ്ദം ഉള്ളവരൊക്കെ ആ കരമൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പുറത്ത് താമസിക്കുന്ന അയൽവക്കക്കാരെ മുടിയാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്വന്തം തലമുറകൾ നന്നാകാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആ കരം അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തലമുറകളുടെ മേൽ ഡെലിവറൻസ് വ്യാപരിക്കുകയാണ്. എന്റെ അമ്മമാരെ, കരമടിച്ച് ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ടവന് ഞാനിവിടെ ഉയർത്തുകയാ. ഹല്ലേലൂയ. ഈ യോഗം പണത്തിന്റെ തള്ളിക്കയറ്റം കൊണ്ട് വെച്ചതല്ല, ഇതൊരു ദർശനത്തിന്റെ പുറകിൽ വെച്ചതാണെങ്കിൽ എഴുതി വെച്ചോ, തലമുറകളുടെ മേൽ ഒരു വലിയ വിടുതൽ നടക്കാൻ പോകയാ. ഹോളി സ്പിരിറ്റ്, നിങ്ങൾ നോക്ക്. ആമേൻ. ഈ കുടുംബം ശപിക്കപ്പെടുന്നു. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? കൊച്ചുങ്ങളുടെ കല്യാണം ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, കൊച്ചുങ്ങളുടെ ഭാവി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, കൊച്ചുങ്ങളുടെ ഭാവി തകരുകയാണ്. കൊച്ചുങ്ങളുടെ ഭാവി മുടിയുകയാണ്. ഇത് നിങ്ങൾ കേക്ക്. മത്തായി 15-ാം അധ്യായത്തിൽ ആ വീട്ടിലെ പെങ്കൊച്ചാണ്, കനാന്യ സ്ത്രീ, ഒരു കൊച്ചുമായിട്ട് ആ വീട്ടിലെ പെങ്കൊച്ചാണ്. ഇപ്പൊ തലമുറയ്ക്ക് ഭ്രാന്തായി, ഇപ്പൊ തലമുറയ്ക്ക് ഭ്രാന്തായി, ഇപ്പൊ തലമുറകളുടെ സുബോധം തകർന്നു, തലമുറയുടെ മേൽ ദുരാത്മാവ് കയറി, തലമുറയെ പിശാച് പിടിച്ചെന്ന്. എന്നാൽ ആ വീട്ടിലെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ വീട്ടിലെ അമ്മ ഒരു പരിഹാരം കണ്ടെത്തി. ഏത് പഴകിയ ശാപത്തെയും അഴിക്കാൻ കഴിവുള്ള ഒരാള് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഏത് പഴകിയ രോഗത്തെയും അഴിക്കാൻ, ഏത് പഴകിയ ശാപത്തെയും അഴിക്കാൻ കരുത്തുള്ള ഒരാള് ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ നോക്ക്. ആമേൻ. ഒരമ്മ തൻ്റെ കൊച്ചിനെയും കൊണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ആളുകൾ വന്നിട്ടാണല്ലോ, മഴത്തുള്ളി തല വീഴാതെ അകത്തോട്ടൊക്കെ അടുത്തെടുത്തിരുന്നു. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ല ലൗഡായിട്ട് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവമക്കൾ.
ഒരമ്മ തൻ്റെ കൊച്ചിനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരികയാ. ഈ പ്രശ്നം ചെറിയ പ്രശ്നമല്ല. 10,000-3000 വർഷമുള്ള ഒരു തുരുമ്പടിച്ച ശാപം ആ വീടിനകത്ത് കിടക്കുകയാ. അവൾ ചെന്നിട്ട് യേശുവിനോട് പറയുകയാ, യേശുവേ, യേശുവേ, ദാവീദ് പുത്രാ, എന്റെ മകൾക്ക് ഇന്ന് രാത്രി സൗഖ്യം വേണം. ഇന്നേക്ക് 39 വർഷത്തിന് മുമ്പ് ഞാനും എൻ്റെ വല്യപ്പച്ചനും എൻ്റെ അപ്പൻ്റെ അപ്പനും കൂടെ വീടിൻ്റെ തിണ്ണയിൽ സന്ധ്യാനാമം ജപിക്കാൻ മുച്ചോട് കത്തി ഒരു നിലവിളക്കിൻ്റെ മുൻപിൽ ഇരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. രാത്രി 7:30 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന എൻ്റെ അപ്പനെ വീടിൻ്റെ വാതിക്കൽ വെച്ച് ഒരു അണലി കൊത്തുകയാണ്. പാമ്പിൻ്റെ കടിയേറ്റ് എൻ്റെ അപ്പൻ അലറി കരഞ്ഞുകൊണ്ട് നിലത്ത് വീഴുകയാണ്. സ്വന്തം മകനെ പാമ്പ് കടിക്കുന്നത് നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ട എൻ്റെ വല്യപ്പൻ സന്ധ്യാസമയത്തുള്ള സർപ്പദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് നിലവിളക്കെടുത്ത് ചങ്കിരിടിച്ച് വല്യപ്പന്റെ ബോധം കെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, വീടിന്റെ മുറ്റത്ത് എൻ്റെ അപ്പൻ കിടക്കുന്നു, വീടിന്റെ തിണ്ണയിൽ എൻ്റെ വല്യപ്പൻ കിടക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശവാസികളെ, ഒരു ചിരി കരച്ചിലാകാൻ എന്നാ സമയം വേണം, ഒരു ആഹ്ലാദം അപകടമാകാൻ എന്നാ സമയം വേണം. 2 പേര് ഒരുപോലെ നിലമ്പത്തി അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. പക്ഷേ ആ കഞ്ഞി വിളമ്പിയില്ല, ആ കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല. എനിക്കറിയില്ല, എന്നോട് പരിശുദ്ധാത്മാവ് ഒരു വാക്ക് ഇങ്ങനെ പറയുകയാ. ആ വാക്കെൻ്റെ വായിൽ ദൈവാത്മാവ് കൊണ്ടുതരികയാ. വെച്ച കഞ്ഞി സന്തോഷത്തോടെ കുടിപ്പിക്കാത്ത ശാപം ചില വീടിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. സമാധാനത്തോടെ ഒരു പ്ലേറ്റ് ഭക്ഷണം വാരിക്കഴിക്കാൻ നിന്നെ അനുവദിക്കാത്ത ശാപം നിന്റെ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗ ആശീർവാദം പറയുന്നതിന് മുൻപ് ആ ശാപത്തെ വേരോടെ അഴിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി അക്കാരമെന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കമാൺ, വീടിന്റെ അകത്ത് വെച്ച ഭക്ഷണം സന്തോഷത്തോടെ കുടിക്കാൻ അനുവദിക്കാതെ നിന്നെ വലയ്ക്കുന്ന ആ ശാപത്തിന്റെ മണ്ഡലത്തെ അഴിക്കാൻ കഴിവുള്ള ഒരു ദൈവം. എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ, എൻ്റെ വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. പാമ്പ് കടിച്ചത് എൻ്റെ അപ്പനെയാണ്, പക്ഷെ ആദ്യം മരിച്ചത് എൻ്റെ വല്യപ്പനാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ICU യൂണിറ്റിൻ്റെ അരണ്ട തണുപ്പത്ത് ജീവന്റെയും മരണത്തിൻ്റെ ഇടയ്ക്കുള്ള സമരം 5ാമത്തെ ദിവസം എൻ്റെ വല്യപ്പൻ അവസാനിപ്പിച്ചു. താടി വട്ടം കെട്ടി, മൂക്കിനകത്ത് പഞ്ഞി തിരികെ, പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തലിൽ ശരീരം വെച്ചു. നാട്ടുകാർ മുഴുവൻ ഇളകി. അനുശോചന പ്രവാഹം. വീടിൻ്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിൻ്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി എൻ്റെ വല്യപ്പൻ്റെ ശരീരം ചിതക്കി കൊടുത്തു. ആളിക്കത്തുന്ന വിറകിൻ്റെ അഗ്നി ശരീരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി. 6 പച്ചവട്ടിക്കത്ത് ചാരം കോരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമ വെച്ച് ബലിപ്പുര കെട്ടിയ ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ വല്യപ്പൻ്റെ ശവദാഹം നടത്തിയ മണ്ണിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് 5 തവണ ശരീരത്തിലെ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാത്തവനായി നെറുക മുതൽ പാദം വരെ വീങ്ങി വീർത്ത് നീര് വെച്ച് ശരീരം പഴുത്തൊഴുകുന്നവനായി ആശുപത്രി എൻ്റെ അപ്പനെ കൈയൊഴിയുകയാണ്. മരണമല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് പറഞ്ഞ് എൻ്റെ അപ്പനെ വീട്ടിലേക്ക് വിടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ 3 മക്കൾ, അപ്പൻ അമ്മ, പുഴുത്ത ശരീരവുമായിട്ട് മരണത്തിൻ്റെ കവാടത്തിങ്കിൽ മരണത്തെ കെട്ടി കിടക്കുന്ന എൻ്റെ അപ്പൻ. രക്തബന്ധങ്ങൾ, അപ്പന് സഹോദരങ്ങൾ 3, അമ്മയ്ക്ക് സഹോദരങ്ങൾ 4. പക്ഷെ ഇന്ന് രാത്രി എഴുതി വെച്ചോണം, തകർന്നവന് ചേട്ടനില്ല, തകർന്നവൻ അളിയനില്ല, തകർന്നവൻ അനുജനില്ല, നശിച്ചവന് ചേട്ടനുമില്ല അനുജനുമില്ല. ബന്ധങ്ങളെല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളാ. കാശില്ലാത്തവന് ആർക്കും വേണ്ട, കാശില്ലാത്തവന് ചേട്ടനില്ല, കാശില്ലാത്തവൻ അനുജനില്ല. അങ്ങനെ എല്ലാവരാലും കൈവിടപ്പെട്ട് 6 പ്രാവശ്യമാണ് എൻ്റെ അപ്പനും അമ്മയുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത്. കെട്ടി തൂകിയത്, കണ്ടിച്ചിട്ടത്, കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിച്ചു, ചോറിന്റെ ഉരുളയിൽ വെച്ച് വിഴുങ്ങി മരിക്കാൻ നോക്കിയതും, ഫീറിടാൻ വിഷം കുടിക്കാൻ നോക്കിയതും, എൻ്റെ 2 അനുജത്തിമാരെ ഒക്കത്ത് വെച്ച് കെട്ടി നാട്ടിലെ ഉയർന്ന പാലത്തിൽ നിന്ന് വെള്ളത്തിൽ ചാടി മരിക്കാൻ എൻ്റെ അമ്മ വീട് വിട്ടിറങ്ങിയതും. ഇന്ന് രാത്രി നാട്ടുകാരുടെ ദൂത് ഞാൻ പറയാം, ദൈവം ഒരുത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദുരന്തങ്ങൾ ചില വീടിന്റെ അകത്തുനിന്ന് പുറത്തു പോകുകയാണ്.
കമോൺ, വായി തുറന്ന് ആമേ കരമടിക്കാമെങ്കിൽ കരമടിച്ച് ആമേ ചില വീടുകളിൽ ആമേ കരിങ്കൊടി ഉയർത്താൻ, ആദരാഞ്ജലി കൊണ്ടുവരാൻ ആമേ പിശാചിട്ട രഹസ്യ അജണ്ടകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊളിയുമോ? ഇത് പോരാ, ശബ്ദമുയർത്തി, ഇത് പോരാ, ശബ്ദമുയർത്തി. കമോൺ, ഇത് ഒരു സാധാരണ രാത്രിയല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില വീടിനകത്തുനിന്ന് മരണദൂതൻ അലറിക്കൊണ്ട് ഓടുകയാണ്. ചില വീടിനകത്തുനിന്ന് മരണദൂതൻ അലറിക്കൊണ്ട് ഓടുകയാണ്. മരണം കഴിഞ്ഞു, ചിലർ ജീവനിലേക്ക് കടക്കുന്നു. സ്വീകരിക്കുക. ശക്തിയോടെ കരമടിച്ച്, ശക്തിയോടെ കരമടിച്ച് ഉറക്കെ യേശുവേ എന്ന് വിളിക്കാമെങ്കിൽ വിളിച്ച്, ഉറക്കെ വിളിക്കാമെങ്കിൽ വിളിക്ക്. യേശുവേ എന്ന് വിളിക്ക്. എന്നോട് ദൈവം പറയുന്നു, ഒരു കുലക്കയിൽ തൂങ്ങിയാടണമെന്ന് പറഞ്ഞ് വായിൽ കൂടെ നുരയും പതയും ഒഴുക്കി ഏതോ മുറിയിൽ ചത്ത് കിടക്കണമെന്ന് പറഞ്ഞ് ആമേ അന്ധകാര ശക്തി എഴുതി ഉണ്ടാക്കിയ ദുരന്ത നാടകം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊളിയട്ടെ, ഇന്ന് രാത്രി പൊളിയട്ടെ. കരമടിച്ച്. ഇത് പോരാ, ഇത് പോരാ. ഞാൻ ആത്മാവിൽ കാണുന്നു, ഈ ഗ്രൗണ്ടിൽ എന്റെ യേശു ഇറങ്ങി നിൽക്കുകയാണ്. ചില വീടുകൾക്കകത്തുനിന്ന് ആ കൊടിയ ശാപങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. ആ മരണക്കരച്ചിലുകൾ ഇന്ന് രാത്രി ആർത്തുവിളിക്ക്. ഗ്രൗണ്ടിൽ ഭയങ്കര ദൈവമഹത്വം ഇറങ്ങുന്നു. പ്ലീസ് റിസീവ് യുവർ ഡെലിവറൻസ്. ആമേൻ, റിസീവ് യുവർ ഡെലിവറൻസ്. കം ഓൺ. ലബ്ര തന സിയാര അംതര രഗഡഗസിയ. മരണദൂതന്മാർ ഇന്ന് രാത്രി ഓടുന്നു. കൂട്ട ആത്മഹത്യകൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകുന്നു. കടംവരുത്തി കൊലക്കയിൽ തൂങ്ങിയാടണമെന്ന് പറഞ്ഞ് പിശാച് എഴുതി വെച്ച ചിലതിനെ ആമേ യേശു ഇന്ന് രാത്രി സ്വതന്ത്രമാക്കുന്നു. ചേർന്ന കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാരും കൈവിടപ്പെട്ട് എൻ്റെ അപ്പൻ ഞങ്ങളുടെ വീട് പൊളിച്ചു വിറ്റ് വീടിന് മുറ്റത്തൊരു മുളങ്കമ്പ് കൊണ്ട് ഏറുമാടം ഉണ്ടാക്കി. മരണം കാത്തു കെട്ടി കിടക്കുമ്പോൾ 2 സുവിശേഷകന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആരാണ്ട് പറഞ്ഞു, മഴയില്ലാത്തപ്പോൾ യോഗം വെച്ചാൽ പോരെന്ന്. മഴയില്ലാത്ത ഏത് മാസമാണ് പാസ്റ്റേ? മഴയ്ക്ക് പ്രാന്താണ്. എപ്പോഴാ പെയ്യുന്നെന്ന് മഴയ്ക്ക് പോലും അറിയത്തില്ല. ഒരു സന്തോഷം വരുമെന്ന് പെയ്യുകയാണ്. നമ്മള് ഓറക്കളച്ച് ഓടി പോസ്റ്റർ ഒട്ടിച്ച് നോട്ടീസ് കെട്ടി കൺവെൻഷൻ നടത്തുമ്പോൾ മഴയിടയ്ക്ക് കൂടെ വന്നങ്ങ് പെയ്തേച്ചങ്ങ് പോവുകയാണ്. പിന്നെ നമ്മള് ഒക്കെ ദൈവഹിതമാണെന്ന് പറഞ്ഞങ്ങ് ആശ്വസിക്കുമ്പോഴും പ്രകൃതിക്ക് ഭ്രാന്ത എന്നുള്ള സത്യം നിങ്ങൾ മറക്കാതെ ഇരിക്കരുത്. കാര്യം ഇനി മഴ മാറിയിട്ട് കൺവെൻഷൻ വെക്കാൻ നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ ചോദ്യം, മഴ മാറിയിട്ട് കെട്ടിത്തൂങ്ങാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. മഴയത്ത് പോയി തൂങ്ങുക. മഴ മാറിയിട്ട് വിഷം കുടിക്കാൻ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം മഴയുടെ ഇടയ്ക്ക് അവർക്ക് ഇതൊക്കെ പറ്റുമെങ്കിൽ മഴയുടെ ഇടയ്ക്ക് സുവിശേഷ യോഗവും നടക്കണം. കാര്യം ഒരു മനുഷ്യന്റെ ആത്മാവിന് കുടവ ഭൂമിയേക്കാൾ വിലയുണ്ട്. നിങ്ങൾ നോക്ക്, എല്ലാവരും കൈവിടപ്പെട്ട് എൻ്റെ അപ്പൻ വീടിൻ്റെ മുറ്റത്ത് മരണം കാത്തിരിക്കുമ്പോൾ 2 സുവിശേഷന്മാർ വന്നിട്ട് എൻ്റെ അപ്പനോട് പറഞ്ഞ സുവിശേഷം ഞാൻ ഇന്നും ഓർക്കുന്നു. ജിബിൻ പാസ്റ്ററെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അതാ സുവിശേഷം. എൻ്റെ അപ്പൻ തിരിച്ചു ചോദിച്ചു, യേശു എന്നെ സ്നേഹിക്കുന്നെന്നോ? എൻ്റെ രക്തബന്ധങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട, കുടുംബക്കാർക്കാർക്കും എന്നെ വേണ്ട, ഞാൻ സേവിച്ചവർക്കാർക്കും എന്നെ വേണ്ട, എൻ്റെ പ്രിയപ്പെട്ടവർക്കാർക്കും എന്നെ വേണ്ട. അടുത്ത ചോദ്യം ഇച്ചിരി കടുപ്പ് വായ്പേ, ക്രിസ്ത്യാനിയുടെ ദൈവം ഇനി എന്നെ രക്ഷിക്കുമോ? ക്രിസ്ത്യാനിയുടെ ദൈവം. അന്നാണ് എൻ്റെ അപ്പനൊരു സത്യം അറിയുന്നത്. യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, യേശു സകല മനുഷ്യരുടെയും ദൈവമാണ്. കൈ ഉയരുമെങ്കിലും ഉയർത്തിപ്പിടിച്ച്, കൈ ഉയരുമെങ്കിലും ഉയർത്തിപ്പിടിച്ച് ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേച്ച്. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല, യേശു സകല മനുഷ്യരുടെയും ദൈവമാണ്. ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചോണ്ടെന്ന് പറഞ്ഞ്, യേശു
സകല മനുഷ്യരുടെ ദൈവം. ഓ അങ്ങേ നേരിൽ കാൺമാൻ കാലമാ ദൂരം ഏറെ ഇല്ലിനി നിൻ തിരുമാർവിൽ ചായാൻ കാലമാ ദുഃഖം ഏറെ ഇല്ലിനി. പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? അങ്ങേ മാർവിൽ ചായാൻ കാലമാ ദൂരം ഏറെ ഇല്ലിനി നിൻ തിരുമാർവിൽ ചായാൻ കാലമാ ദുഃഖം ഏറെ ഇല്ലിനി നിൻ മാർവിടം എന്നാശ്രയം നീയേ എന്നാവലും എൻ വാഞ്ചയും നീരേ എന്നാവലും എൻ വാഞ്ചയും നീരേ എന്നാവലും എൻ വാഞ്ചയും നീരേ. കൈ ഉയർത്തി പാടുക. അങ്ങേ നേരിൽ കാൺമാൻ കാലമാ ദൂരം ഏറെ ഇല്ലിനി നിൻ തിരുമാർവിൽ ചായാൻ കാലമാ ദുഃഖം ഏറെ ഇല്ലിനി നിൻ മാർവിടം എന്നാശ്രയം നീരേ എന്നാവലും എൻ വാഞ്ചയും 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 നീരേ. കരമൊന്ന് തട്ടി യേശുവേ എന്ന് വിളിച്ച് എന്നാവലും അങ്ങേ നേരിട്ട് കാണാനുള്ള സമയമായി. ഈ പാപലോകത്തിൽ നിന്ന്, ഈ ശാപലോകത്തിൽ നിന്ന് ഹല്ലേലൂയ. ഇനി ആ പാട്ട് പാടി 4 വരി പാടി കഴിയുമ്പോൾ പെട്ടെന്ന് ഗൂഗിളിനകത്തൊന്ന് സെർച്ച് നോക്കി ഈ പാട്ടിന്റെ ബാക്കിയൊന്ന് പാടണ്ടേ, കിട്ടുകയില്ല. അതിന്റെ കാര്യം ആകെ ആ പാട്ടിന് 4 വരി എഴുതിയിട്ടുള്ളൂ. അത് എഴുതിയ ആള് ഞാനായതുകൊണ്ടും അടുത്ത വരി എഴുതാത്തത് കൊണ്ടും തപ്പി നേരം കളയണ്ട എന്നൊരപേക്ഷ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദീർഘദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ കണ്ണുനീരോടെ കർത്താവേ അങ്ങേപ്പോ ഓരോന്നിങ്ങനെ ചോദിച്ച് പാടിയും പ്രാർത്ഥിച്ചും പോയപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ തൊണ്ടയിൽ വന്ന പാട്ടിന്റെ വരികളാ. ഞാൻ എഴുതിയതാണെന്നും പറയാൻ പറ്റില്ല, ചുമ്മാ അങ്ങ് പാടുമല്ലേ. ഹല്ലേലൂയ. ആമേ. ഇത്രേ ഉള്ളൂ. ആമേ. അങ്ങേ നേരിൽ കാണാൻ കാലമായി. അങ്ങേ നേരിൽ കാൺമാൻ കാലമാ ദൂരം ഏറെ ഇല്ലിനി നിൻ തിരുമാർവിൽ ചായാൻ കാലമാ ദുഃഖം ഇല്ലിനി അങ്ങേ നേരിൽ കാൺമാൻ കാലമാ
യേശുവിൻ ആരാധന മുഖത്തെ പാത്ത് മുഖത്തെ പാത്ത് മക്കളെ പോകണ്ട. ഒരു 10 മിനിറ്റ് കൂടെ നിൽക്കാൻ പറ്റുമോ? 5 മിനിറ്റ് കൂടെ, 7 മിനിറ്റ്. നിന്റെ മുഖത്തൊരു മടി ഞാൻ കാണുന്നുണ്ട്, അതിനോട് ഞാൻ കൂട്ടി ചോദിച്ചു. റൈറ്റ്. ഒരു ശകലം നേരം കൊണ്ട്. കാര്യം ഞാൻ ഈ കഷ്ടപ്പെടുന്ന വണ്ടി ഓടിക്കുന്ന എല്ലാ യേശുവിന്റെ ക്രൂശ് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ഒരു യോഗവും പ്രയോജനം ഉണ്ടാവില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ നോക്ക്, ശാന്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ അമ്മ കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥനയ്ക്കില്ല. യേശുവോട് പറഞ്ഞു, ദാവീദ് പുത്ര, എൻ്റെ കൊച്ചിനോട് കരുണ കാണിക്കണം. യേശു അവളോട് പറഞ്ഞ, അവിടെ എഴുതിയിരിക്കുന്നത്, ആ വാക്ക് സംബന്ധിച്ച് യേശു അവളോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. യേശുവിൻ്റെ സൈലൻസ്, യേശുവിൻ്റെ മൗനം. എൻ്റെ ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് 1 മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. ഈ ശരിക്കുള്ള ആത്മീകൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇനി മറുപടി നമ്മുടെ മുമ്പിൽ ഒത്തിരി. എപ്പോഴും സ്വോത്രം പറയുന്നവർ, എപ്പോഴും കൈയടിക്കുന്നവർ, പ്യുവർ. നമ്മൾ വെള്ള ധരിക്കുമ്പോൾ, ഈ വെള്ള നല്ല ഡ്രസ്സാകട്ടെ, ഏറ്റവും നല്ല ഡ്രസ്സാണ് വെള്ള. ഇങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോഴും എന്നോട് ചോദിക്കും ശരിക്കുള്ള ആത്മീകൻ ആരാന്ന്. ഞാൻ മറുപടി പറയും, ദൈവത്തിൻ്റെ മൗനങ്ങളെ വായിക്കാൻ കഴിവുള്ളവനാണ് ആത്മീകൻ. ദൈവത്തിൻ്റെ നിശബ്ദതകൾക്ക് ലിപിയുണ്ട്, ദൈവത്തിൻ്റെ മൗനത്തിന് ഭാഷയുണ്ട്. ദൈവം മിണ്ടാതിരിക്കുമ്പോഴും ദൈവത്തിന് എന്നോട് സ്നേഹമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ആത്മീകതയുടെ ലക്ഷണം. അവളോടൊന്നും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ അവളുടെ പ്രശ്നം എന്നറിയോ? തിരിച്ചു പോവുകയല്ല. കാര്യം ആശ്രയിക്കാൻ വേറൊരു ഇടമില്ല. അവൾ യേശുവിന്റെ പുറകെ നടക്കുക. എന്നോട് കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? അവൾ യേശുവിന്റെ പുറകെ നടക്കുക. ദാവീദുപുത്ര, ഇവള് വല്ലാതെ കരയുകയാ, വല്ലാതെ നിലവിളിക്കുമ്പോ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ. അണ്ട് ആ സ്ത്രീ ബഹളം വെച്ചുകൊണ്ട് വരുന്നു. അവളെ ഒഴിവാക്ക്. മറുപടി കൊടുക്കാനല്ല പറഞ്ഞത്, ജസ്റ്റ് അവളെ ഒന്ന് ഒഴിവാക്ക്, അവളെ ഒഴിവാക്കി വിട്. അവളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ. ഞാൻ വിശ്രമിക്കാൻ പോയ റൂമിനകത്തിരുന്ന് ഞാൻ കുറേ നേരം ചിരിച്ചു. കാര്യം ഞാൻ ഇരുന്നെ നേരെ മേളിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കിടന്ന മുറിയുടെ നേരെ മേളിൽ. ഞാൻ മുറിക്കകത്ത് കയറിയപ്പം തൊട്ട് ഞാൻ വണ്ടി ആ ഗേറ്റ് ഇറക്കുന്നത് വരെ അതിനകത്ത് പാട്ടായിരുന്നു. അത് ചെറിയ ശബ്ദത്തിലല്ല, നല്ല തീവറക്കുന്ന പാട്ട്. ഒന്നുറങ്ങാൻ ഞാൻ കഠിന പ്രയത്നം നടത്തിയിട്ട് നിങ്ങളാരും അറിഞ്ഞിട്ടില്ല നീ എവിടെയൊക്കെയാ കോളാൻ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ?
ഭാഗ്യത്തിന് ഒരു മൈക്ക് എന്നെ തേടി വന്നു. ഈ ഞാൻ എപ്പോഴും പറയും, ആത്മാവിലല്ലാത്ത ഒച്ച പോലും നമ്മളെ അസ്വസ്ഥരാക്കും. ഇവിടെ ഈ സ്ത്രീ കിടന്ന് നിലവിളിക്കുക. ശിഷ്യന്മാർ പറയാ, അവളെ ഒഴിവാക്കി, അവളെ ഒഴിവാക്കി. നിങ്ങൾ ഈ ചർച്ചുകളിലൊക്കെ വായിക്കാൻ പോകുന്നവരല്ലേ മക്കളെ, ഈ ചർച്ചിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ തലവേദന എന്നറിയോ? ഏതെങ്കിലും ഒരു അച്ഛൻ പുറയിരുന്ന് വെച്ച് പറയും, ഒളി എന്താക്കാൻ പറയും. എന്നിട്ട് ഇപ്പുറത്തിരുന്ന ഒരു അച്ഛൻ പറയും, കേൾക്കാൻ മേല, കൂട്ടാൻ പറയും. ഈ സഭയിൽ നിന്ന് പ്രാന്ത് പിടിക്കുന്ന ആർക്കാന്നറിയോ? ആംപ്ലിഫയറിനെ ചൂണ്ടിയിരിക്കുന്നവർക്ക്. ലവൻ കുറച്ചും കയറ്റി അവന്റെ ഊപ്പാട് വരും. ഹല്ലേലൂയ. ഇവളുടെ ഒച്ച ഭയങ്കരമായിട്ട് ലൗഡായിട്ട് ഇവള് കരയും. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നേ, ലൗഡായിട്ട് കരയാ. ശിഷ്യന്മാരോ ഞങ്ങളെ ഒഴിവാക്കണം. പക്ഷെ അവൾ ഒഴിവാകുകയല്ല. അവൾ കർത്താവിന്റെ പുറകെ ഇങ്ങനെ ചെന്നപ്പോ അവളോട് കർത്താവ് പറയുകയാ, ശ്രദ്ധിച്ചേക്കണേ, യഹൂദാഗ്രഹത്തിലെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്റെ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്നറിയോ? നീ രൂപേനാണോ? ശ്രദ്ധിക്കുന്നുണ്ടോ? നീ രൂപേനാണോ, ഷിമിയാണോ, ലേവിയാണോ, ഇസഖാറാണോ, സെബ്ലൂണാണോ, നഫ്താലിയാണോ, ഗാദാണോ, ആശേറാണോ, യോസഫാണോ, ബെന്യാമിനാണോ? ഏത് ഗോത്രം? നീ യഹൂദനാണോ? ഏത് ഗോത്രം? നീ യഹൂദനാണോ? ഏത് ഗോത്രം? എന്താ മിണ്ടാത്തതാരും? ഇസാക്കിന്റെ മക്കളാണോ? അബ്രാമിന്റെ മക്കളാണോ? നീ ആരാണ്? ഏത് ഗോത്രം? ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ എന്റെ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഈ സഹോദരന്റെ പ്രത്യേകത, നമ്മുടെ ഭാഷ പറയേ, ചിലർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ചിലർ യോഗത്തിന് വന്നിരിക്കുന്നത് കാണുമ്പോഴേ നമുക്കറിയാം അവരൊന്നും കൽപ്പിച്ച് വന്നതല്ല. 9:30 ആകണം, വീട്ടിൽ പോകണം. ഒന്നും ആ ഇരിപ്പും പരുവും കാണുമ്പോഴേ നമുക്കറിയാം. പറ, അവരിതൊന്നും, അവരുടെ പ്രാർത്ഥന മുഴുവൻ ദൈവമേ 9:15 ആകണേ, യോഗം നിർത്തുമ്പോൾ മഴ കാണരുതേ, ഇറങ്ങി ചെല്ലുമ്പോൾ വണ്ടി കിട്ടണേ, ഗ്ലോറി ടു ഗോഡ്. ഇവള് രണ്ടും കൽപ്പിച്ച് നിൽക്കുക, എനിക്ക് വിടുതൽ കിട്ടിയേ പറ്റുള്ളൂ. അന്നേരം യേശു, ഇത് ശ്രദ്ധിക്കണം പ്ലീസ്, യേശു ഒരു കടുത്ത വാക്ക് പറയാ. മക്കളെ ഒറ്റ മിനിറ്റ് നിന്ന് മടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. യേശു ഒരു കടുത്ത വാക്ക് പറയാം. ആ വാക്ക് ഇച്ചിരി വല്ലാത്ത വാക്കാ. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ബൈബിളിലെ ഒരു വാക്യം കേൾക്കണോ? നായ്ക്കൾ, അറയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ, കുലപാതകന്മാർ, ഏവരുടെ ഓഹരി കത്തുന്ന പൊയ്കയാണ്. അടുത്ത വേറൊരു വാക്യം, നായയുടെ വിലയും വേശ്യയുടെ കൂലിയും ആലയത്തിൽ കൊണ്ടുവരരുത്. നിങ്ങൾ ഛർദിയിലേക്ക് തിരിയുന്ന നായ്ക്കളെ പോലെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോ ബൈബിളിന്റെ ഭാഷയിൽ ഈ നായ എന്ന് പറഞ്ഞ പ്രയോഗം അത്ര നല്ലതല്ല. അവരോട് പറയാ, മക്കളുടെ അപ്പം ആമേൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. ഇവൾ ചെന്ന് വെച്ച്, ഞാൻ പാസ്റ്ററിന്റെ കാലിൽ ഒന്ന് പിടിച്ചോട്ടെ, അവിടെ ഇരുന്നു. ഇവൾ ചെന്ന് വെച്ച് യേശുവിനെ വട്ടം പിടിച്ചിട്ട് പറയുകയാ, മക്കളുടെ അപ്പം മക്കൾക്ക് കൊടുത്തു, നായ്ക്കുട്ടികൾക്ക് മേശയുടെ അടി കിടക്കാമല്ലോ. ഹലോ, എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഇത് ടേബിൾ ആണെങ്കിൽ ഞങ്ങൾ പട്ടിക്കുട്ടികള് ടേബിളിന്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നോളാം. മേശപ്പുറത്ത് നിന്ന് ഈ അപ്പ കഷണം, അപ്പമല്ല, കമോൺ, അപ്പ കഷണം, crumbs, bread pieces and broken pieces, നുറുങ്ങിയപ്പം, തകർന്നയപ്പം, ഉടഞ്ഞയപ്പം താഴോട്ടിട്ടാൽ മേശക്കടി നിന്ന് ഞാൻ ആ അപ്പ കഷ്ണം എടുത്ത് എന്റെ കൊച്ചിന്റെ വായിക്കകത്ത് വെക്കും, ശാപം അഴിയും. Come on. Hey. എന്താ അവള് പറഞ്ഞെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവുക. അവള് കണ്ട വെളിപ്പാടനാന്ന് പറയാ. മക്കൾ യഹൂദനാണെങ്കിൽ, മേശപ്പുറം കാൽവറിയാണെങ്കിൽ, അപ്പം ഐ ആം ദ ലിവിംഗ് ബ്രെഡ്, ഞാൻ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ യേശുവാണെങ്കിൽ, നായ്ക്കുട്ടികൾ ഇസ്രായേൽ പൗരരോട് ബന്ധമില്ലാത്ത
നമ്മളാണെങ്കിൽ മേശപ്പുറമാകുന്ന കാൽവറിയിലിട്ട് യേശുവാകുന്ന അപ്പത്തെ യഹൂദരാകുന്ന മക്കൾ എന്ന് കീറി താഴെ ഇടുമോ അന്ന് എന്റെ തലമുറയുടെ ശാപം അഴിയാൻ പോകുകയാ. എത്ര പേരാ കരമടിച്ച് കർത്താവിന് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ ഈ ഒരൊറ്റ ദൂത് പറയാനാ വന്നത്. ഏത് ശാപവും അവന്റെ ക്രൂശിൽ അഴിയുമെന്ന്, ഏത് പാപവും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന എത്ര വലിയ ശാപമാണെങ്കിലും അതഴിക്കാൻ ഇവിടെ ഒരു ഉപദേശിയുടെ ആവശ്യമില്ല, അതഴിക്കാൻ ഒരു പ്രസംഗകന്റെ ആവശ്യമില്ല. അത് നേരിട്ട് അഴിക്കാൻ കഴിവുള്ളത് യേശുവിന്റെ കാൽവറിക്കാൻ. നല്ലപോലെ കൈയടിച്ച് നല്ലപോലെ കൈയടിച്ച് ഇന്ന് രാത്രി ആ ക്രൂശ് അവിടെ വെളിപ്പെടുമ്പോൾ, ആ ശരീരം ഉടയ്ക്കപ്പെടുമ്പോൾ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ പ്ലീസ് സ്റ്റാൻഡ് ടുഗദർ, ഓൾ ഓഫ് യു പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ. ദൈവമക്കൾ എല്ലാവരും ഒരു നിമിഷം ആരും പോവല്ലേ, just please close your eyes. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളൊന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി, ഹൃദയം ഒന്ന് തുറന്നിട്ട് ഇന്ന് രാത്രി നിങ്ങൾ കാൽവറിലേക്ക് നോക്ക്. നിന്റെ തലമുറയുടെ ശാപത്തെ അഴിക്കാൻ ഒരാൾ ആ ക്രൂശിൽ കിടന്ന് നുറുക്കപ്പെടുകയാണ്. നിന്റെ വീടിന്റെ ശാപത്തെ അഴിക്കാൻ ഒരാൾ ആ ക്രൂശിൽ കിടന്ന് നുറുക്കപ്പെടുകയാണ്. ചേർന്നൊന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ ചോര വീഴുമ്പോൾ പാപമോചനം മാത്രമല്ല, ആ ചോര വീഴുമ്പോൾ രോഗസൗഖ്യം നടക്കുകയാണ്. എനിക്കറിയില്ല, ഈ ഗ്രൗണ്ടിൽ ഞാൻ ആ ക്രൂശ് ഉയർത്തിപ്പിടിക്കുകയാ. ഇന്ന് രാത്രി കരയുന്ന മാതാവേ, കരയുന്ന സഹോദര, വായ് തുറന്ന് യേശുവേ എന്ന് വിളിക്ക്. നിന്റെ തലമുറയുടെ ശാപം അഴിക്കാൻ ആ ചോരയ്ക്ക് കഴിയുമെന്ന്, നിന്റെ വീടിന്റെ ബന്ധനത്തെ അഴിക്കാൻ ആ ചോരയ്ക്ക് കഴിയുമെന്ന് അടുത്തിരിക്കുന്നവരെ നോക്കാതെ ആ കരങ്ങളെ തട്ടി യേശുവേ എന്ന് വിളിച്ച് ആ കരങ്ങളെ തട്ടി. ഇത് പോരാ ദൈവദാസന്മാർ, ദൈവമക്കളല്ല, ഇന്ന് രാത്രി കൈയടിക്കുമ്പോൾ തന്നെ ചില വീടുകൾക്കകത്തുനിന്ന് ആമേ പാമ്പെഴഞ്ഞു പോകുന്നത് പോലെ ചില ശാപങ്ങൾ ഇഴഞ്ഞു മാറുകയാണ്. ആമേ ചിലന്തി വലയിൽ നിന്ന് ഒരു പ്രാണി അടിയുന്നത് പോലെ ചില ശാപങ്ങൾ. വിളിക്ക് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്, എല്ലാരും ചേർന്ന് വിളിക്ക്. ഈ ഗ്രൗണ്ട് ചില വീടുകൾക്കകത്തുനിന്ന് ആമേ ചെതൽപ്പുറ്റിളകുന്നത് പോലെ ശാപങ്ങൾ ഇന്ന് രാത്രിക്ക് ആർക്ക് തടയാൻ കഴിയാത്ത വിടുതൽ. ഉറക്കെ വിളിക്ക്, മൗനമായി നിൽക്കരുത്. ഉറക്കെ വിളിക്ക്, ഉറക്കെ വിളിക്ക്. ശബ്ദമുയർത്ത്, ശബ്ദമുയർത്ത്. യേശു ക്രൂശിൽ പെടഞ്ഞത് നിന്റെ ശാപത്തെ മാറ്റാൻ. ഗലാത്യർ 3 മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല. ഓ എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കല്ല, എന്നേശു അത്രേ. ഹല്ലേലൂയ, ജയം യേശു കർത്താവ് ജീവിക്കുക. ഇന്ന് രാത്രി
എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. എന്റെ തലമുറ, എത്ര അമ്മമാർ, എത്ര അപ്പന്മാർ, കമോൺ. ഇന്ന് രാത്രി എനിക്കിവിടെ ഒന്നും പറയാനില്ല, എനിക്കിവിടെ ആരോടും പ്രവചിക്കാനില്ല. പക്ഷെ ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. ആ ക്രൂശ് ഇന്ന് രാത്രി ശാപത്തെ അഴിക്കുകയാ. എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല. എല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിനെ ഒന്ന് ആരാധിക്കാൻ. ഈ ആരാധന സൗഖ്യങ്ങൾ ഇവിടെ നടക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കരമടിച്ച് ശക്തിയോടെ ഉച്ചത്തിൽ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. ഇനി തന്നെ ശുഭത്രേ. വിഷപ്പല്ലു തകർന്നതാകിയ കൊല്ലുന്ന മരണത്തിൻ ഇനി തെല്ലും ദയാമിന്റെ മൃത്യുവിനും ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലെന്റെ നിത്യവാസമന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിൽ നാം ഇനി പിന്നില്ല. വീട്ടിൽ ചെന്നെത്തും നാളുകളെ ഞാൻ വിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ഉലകമകാന്ന അഖിലരും ഒരുപോലുറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടി. ഹല്ലേലൂയ.